ഹലോ എവ്രി വൺ. പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ കമ്പനി ലോയിൽ സെക്ഷൻ 123 തൊട്ട് 148 വരെയുള്ള സെക്ഷൻസാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്ന് ഡിവിഡൻഡ് സെക്ഷൻസായ 123, 4, 5, 6 and 7 ഇത്രയും സെക്ഷൻസ് ഇന്നത്തെ ഈ സെഷനിൽ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിവിഡൻറ്റിൻ്റെ കോൺസെപ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു ഫൗണ്ടേഷനിൽ എടുത്ത ടോപ്പിക്കാണ്. പക്ഷേ എന്നാലും മിക്ക സ്റ്റുഡൻസും ഇതിന് ക്ലാരിറ്റി അധികം അവർക്കില്ല. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുക്കുകയാണ്, ഒരു ചെറിയൊരു പോർഷൻ. അതായത് ഒരു കമ്പനി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഫോമിൽ ഉണ്ടാകുന്ന കോമ്പണൻസും അതിൻ്റെ സ്ട്രക്ചറും എന്താണെന്ന്. അതായത് പല പേർക്കും മെമ്പറിൻ്റെയും ഷെയർ ഹോൾഡറിൻ്റെയും വ്യത്യാസം ഇതുവരെയായിട്ട് വ്യക്തമായിട്ട് അറിയത്തില്ല. അതായത് രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡറാണ് മെമ്പർ. അപ്പോൾ ഈ മെമ്പർ ആരാണ്? എല്ലാ കമ്പനികളിലും മെമ്പറുണ്ടോ? ഏതെങ്കിലും കമ്പനികളിൽ മെമ്പർ ഇല്ലാത്ത കമ്പനികൾ ഏതെങ്കിലും ഉണ്ടോ എന്നുപോലത്തുള്ള ചില ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുടക്കത്തെ ഒരു ചെറിയൊരു പോർഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ കമ്പനി എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതുകയാണെങ്കിൽ ഈ കമ്പനിയുടെ സ്ട്രക്ചറിൽ 3 പ്രധാനപ്പെട്ട ആൾക്കാരാണുള്ളത്. ഒന്ന്, കമ്പനി രൂപീകരിച്ച ഓണേഴ്സ്. ഈ ഓണേഴ്സിനെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും, ചില പേര് മെമ്പേഴ്സ് എന്ന് വിളിക്കും. എന്നാൽ ഷെയർ ഹോൾഡർ എപ്പോൾ ആകുമെന്ന് നിങ്ങൾക്കറിയാം. കമ്പനിയുടെ ക്യാപിറ്റലിനെ ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കും. അതായത് ആ ക്യാപിറ്റലിനെ പല ഷെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഷെയർ ഓൺ ചെയ്യുന്നൊരു വ്യക്തി. അതായത് കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh rupees ആണെങ്കിൽ ഈ 1 lakh rupeesനെ കമ്പനി തന്നെ ഓരോ ഷെയറും 10 രൂപയായിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഷെയർ 10 രൂപയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ₹1 lakh ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 10 rupees. അതാണ് ഒരു ഷെയറിൻ്റെ വില. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 10,000 ഷെയറായിട്ട് ഡിവൈഡ് ആവും കമ്പനിയുടെ ഈ ടോട്ടൽ ഷെയർ ക്യാപിറ്റലായ 1 lakh rupees. അപ്പോൾ ഈ 10,000 ഷെയർ ക്യാപിറ്റൽ 10 രൂപ വെച്ച് ഇടുകയാണെങ്കിലാണ് 1,00,000 രൂപയാവുന്നത്, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ആവുന്നത്. അതിൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി 60,000 രൂപ കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ 60,000 ഡിവൈഡഡ് ബൈ ₹10 ചെയ്താൽ എനിക്ക് 6,000 ഷെയർസാണ് ഞാൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ചതിന് തുല്യമാകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് അത് നിങ്ങൾക്ക് നേരത്തെ അറിയാം. അപ്പം കമ്പനി രൂപീകരിക്കുന്ന ആൾക്കാരെയാണല്ലോ ഓണേഴ്സ് എന്ന് പറയുന്നത്. ചില സമയത്ത് അവർ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ നിങ്ങൾക്ക് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. പക്ഷേ ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡറായാൽ മാത്രം പോരാ. കാര്യം നിങ്ങൾക്ക് കമ്പനി ത്രൂ കിട്ടുന്ന പല റൈറ്റുകളും എക്സസൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷെയർ ഹോൾഡർ ആയാൽ മാത്രം പോരാ, നിങ്ങൾ യഥാർത്ഥത്തിൽ മെമ്പർ ആകണം. എന്നാൽ എന്താണ് മെമ്പർ എന്ന് പറഞ്ഞാൽ, മെമ്പറിൻ്റെ ഡെഫിനിഷൻ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 55 കൊടുത്തിട്ടുണ്ട്. മെമ്പർ എങ്ങനെയൊക്കെ ആകാം എന്നാണ് അവിടെ പറയുന്നത്. 3 രീതിയിലാണ് നമുക്ക് കമ്പനികളിൽ മെമ്പർ ആകാൻ കഴിയുന്നത്. ഒന്നെന്ന് പറയുന്നത്, കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ 2 പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കും. ഒന്നും MOAയും AOAയും, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്തും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്തും പല കാര്യങ്ങൾ പൂരിപ്പിച്ച് നമ്മൾ രജിസ്ട്രേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് രജിസ്ട്രേഷൻ ഫീസൊക്കെ ചേർത്തോട്ട് രജിസ്ട്രാറിന് അയച്ചു കൊടുക്കും, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്. എന്നിട്ട് അദ്ദേഹം ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് തരും. ഇതാണല്ലോ പ്രോസസ്സ്. അപ്പോൾ ഈ MOAയും AOAയൊക്കെ എഴുതി ചിട്ടപ്പെടുത്തി പൂരിപ്പിച്ചതിന് ശേഷം കമ്പനി രൂപീകരിക്കുന്ന ആൾക്കാർ അത് സൈൻ ചെയ്യും. അവരുടെ പേര്, അഡ്രസ്സ് എല്ലാം കൊടുത്തുകൊണ്ട് സൈൻ ചെയ്യും. ഈ സൈൻ ചെയ്യുന്ന വ്യക്തികളെയാണ് സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം എന്തായാലും വേണം, അവരാണ് കമ്പനി രൂപീകരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം കമ്പനി രൂപീകരിച്ചതിന് ശേഷം അവർ ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ മെമ്പേഴ്സ് ആകും. അതാണ് ആദ്യത്തെ രീതി മെമ്പർ ആകുന്നത്. അപ്പോൾ മെമ്പർ ആകുന്ന ആദ്യത്തെ രീതി എന്ന് വെച്ചാൽ, നിങ്ങൾ കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം ആണെങ്കിൽ യു വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ദ മെമ്പർ ഓഫ് ദ കമ്പനി ഓൺ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. ആദ്യത്തെ രീതി. രണ്ടാമത്, നിങ്ങൾക്ക് എങ്ങനെ മെമ്പർ ആകാം കമ്പനിയുടെ എന്ന്. നിങ്ങൾ കമ്പനിക്ക് ഒരു കൺസെൻറ്റ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഈ കമ്പനിയുടെ മെമ്പറായിട്ട് പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് കമ്പനിയുടെ കയ്യിൽ ഒരു രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയും. അതായത് നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാസ് റൂമിലൊരു സ്റ്റുഡൻസ് രജിസ്റ്റർ ഇല്ലേ, അതായത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതൊക്കെ വിദ്യാർത്ഥികളുണ്ടോ അവരുടെ പേര്, അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തില്ലേ. അതേപോലെ തന്നെ കമ്പനി തന്നെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യും. ആ രജിസ്റ്ററിനകത്ത് കമ്പനിയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അവരുടെ പേര്, അഡ്രസ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്ററാണ്. അതിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയുടെ മെമ്പർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ആരുടെ കയ്യിലുണ്ട്? കമ്പനിയുടെ കയ്യിലുണ്ട്. അതിൽ നിങ്ങളുടെ പേര് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയുടെ എന്താണ്? മെമ്പർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയോ? അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ്, എങ്ങനെ ഒരു കമ്പനിയിൽ മെമ്പർ ആകാമെന്നുള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ മെമ്പർ ആകാൻ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻ റൈറ്റിംഗ് കമ്പനിക്ക്. അത് പ്രകാരം കമ്പനി നിങ്ങളുടെ പേര് എവിടെ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്? രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് യു ഹാവ് അഗ്രീഡ് ടു ബിക്കം എ മെമ്പർ ആൻഡ് യുവർ നെയിം അപ്പിയേഴ്സ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ദെൻ യു വിൽ ബി ട്രീറ്റഡ് ആസ് എ മെമ്പർ ഓഫ് ദ കമ്പനി. മനസ്സിലായോ? വേറൊരു മൂന്നാമത്തെ രീതിയുണ്ട്. അത് ലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ ഡെപ്പോസിറ്ററീസിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഡെപ്പോസിറ്ററീസിൻ്റെ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളൊരു ബെനിഫിഷ്യൽ ഓണറായിട്ട് കാണിക്കുകയാണ് ആ കമ്പനിയുടെ, എന്നാൽ നിങ്ങൾ ആ കമ്പനിയുടെ മെമ്പറാകും. ആ മൂന്നാമത്തെ പോയിൻ്റ് അത് അവിടെ നിൽക്കട്ടെ. അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നിങ്ങളുടെ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഡെപ്പോസിറ്ററി ആരാണ്, ലിസ്റ്റഡ് കമ്പനി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഡെപ്പോസിറ്ററിൻ്റെ കൊണ്ടുള്ള ഉദ്ദേശവും ഉപയോഗവും എന്തൊക്കെയാണെന്ന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തൽക്കാലം നിങ്ങളുടെ അടുത്ത് ഞാൻ ഒന്നും കൂടെ തിരിച്ചു വരികയാണ്. കമ്പനി രൂപീകരിക്കുന്ന ആൾക്കാരെയാണ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനി ഫോം ഓഫ് എൻറ്റിറ്റി ആണെങ്കിൽ സാധാരണ രീതിയിൽ അവരെ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെമ്പർ എന്ന് വിളിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഷെയർ ഹോൾഡർ ആയാൽ നിങ്ങൾക്ക് കമ്പനി ത്രൂ കിട്ടുന്ന പല റൈറ്റും, അതായത് റൈറ്റ് ടു വോട്ട് ഇൻ എ ജനറൽ മീറ്റിംഗ്, റൈറ്റ് ടു ഡിവിഡൻഡ്, റൈറ്റ് ടു ബോണസ് ഷെയർ, റൈറ്റ് ടു റൈറ്റ് ഷെയർസ്, ഇതുപോലത്തുള്ള റൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം? ഷെയർ ഹോൾഡർ ആയിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ കമ്പനിയുടെ മെമ്പർ ആയിരിക്കണം. മെമ്പർ ആയാലേ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള റൈറ്റുകൾ കിട്ടത്തുള്ളൂ. അതായത് റൈറ്റ് ടു ഡിവിഡൻഡ്, റൈറ്റ് ടു വോട്ട്, ഇതുപോലത്തുള്ള റൈറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം? മെമ്പർ ആയിരിക്കണം. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മെമ്പർ ആകാം? അത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 55 എടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി കമ്പനിയിലെ മെമ്പറായി തീരുന്നത്. അതായത് ആദ്യത്തെ രീതി എന്ന് പറയുന്നത്, സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഓൺ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ. രണ്ടാമത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കമ്പനീനെ അറിയിച്ചിട്ടുണ്ട് മെമ്പർ ആകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, ആ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് കമ്പനി എന്ത് ചെയ്തു? കമ്പനിയുടെ കയ്യിലുള്ള രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പേര് എഴുതി ചേർത്തു. ആണല്ലോ? അപ്പോൾ നിങ്ങൾ കമ്പനിയുടെ ഓട്ടോമാറ്റിക്കലി എന്താവും? ഇനി മുതൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലുള്ളതുകൊണ്ട് നിങ്ങൾ മെമ്പർ ആകും കമ്പനിയുടെ. സാധാരണ രീതിയിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കുകയാണെങ്കിൽ, മേടിച്ചതിന് ശേഷം കമ്പനി നമുക്ക് ഷെയർ തരും. നമ്മൾ ആ മേടിച്ച ഷെയറിൻ്റെ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റ് മണിയും അങ്ങനെ എല്ലാ പൈസയും കൊടുത്ത് നമ്മൾ ഷെയർ ഹോൾഡറാവും. ഷെയർ ഹോൾഡറായി നമ്മൾ പൈസയൊക്കെ അലോട്ട്മെൻറ്റൊക്കെ കിട്ടി പൈസയൊക്കെ കൊടുത്തതിന് ശേഷം കമ്പനി രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ പേരും കൂടെ എഴുതി ചേർക്കും. അങ്ങനെ നമ്മൾ കമ്പനിയുടെ ഷെയർ ഹോൾഡറായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് നമ്മളുടെ പേരും കൂടെ വന്നുകൊണ്ട് നമ്മൾ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡറായി, അല്ലെങ്കിൽ മെമ്പറായി. ക്ലിയർ ആയോ? അപ്പം ഒരു കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് ആരാന്ന് ചോദിച്ചാൽ മെമ്പേഴ്സാണ്. അതുകൂടാതെ എല്ലാ കമ്പനികളിലും മെമ്പേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാ കമ്പനികളിലും ഷെയർ ഹോൾഡേഴ്സ് ഇല്ല. ഒരു കമ്പനിയുണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. നിങ്ങളുടെ ഫൗണ്ടേഷനിലൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ആ കമ്പനിയിൽ ഷെയർ ക്യാപിറ്റൽ ഇല്ലല്ലോ. ഷെയർ ക്യാപിറ്റൽ ഉണ്ടായാലല്ലേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ആ കമ്പനിയിൽ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ കമ്പനികളിലും മെമ്പേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാ കമ്പനികളിലും ഷെയർ ഹോൾഡേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് ആ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉള്ള കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് കിട്ടണമെങ്കിൽ എങ്ങനെ കിട്ടും? മെമ്പേഴ്സിനാണ് കിട്ടുന്നത്. കാര്യം ഷെയർ ഹോൾഡേഴ്സ് ഇല്ല അവിടെ. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ എല്ലാ കമ്പനികളിലും എന്തുണ്ട്? രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ എന്ന് പറയാം, പക്ഷേ യഥാർത്ഥത്തിൽ പറയേണ്ടതെന്നാണ്? മെമ്പറാണ്. നിങ്ങൾ എന്താവണം? കമ്പനിയുടെ ആദ്യം മെമ്പർ ആകണം. മെമ്പർ ആയാലും നിങ്ങൾക്ക് പലതരത്തിലുള്ള റൈറ്റ്, കമ്പനീസ് ആക്ട് ത്രൂവും ആർട്ടിക്കിൾസും ത്രൂവും നിങ്ങൾക്ക് കിട്ടാനുള്ള പല റൈറ്റും കിട്ടുന്നത് മെമ്പർ ആയതിനു ശേഷമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഷെയർ ഹോൾഡർ ആയാൽ മാത്രം പറ്റില്ല. അപ്പോൾ ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ, കമ്പനിയുടെ സ്ട്രക്ചറിനകത്ത് 3 പേരുണ്ടെങ്കിൽ അതിൽ ആദ്യം എന്ന് പറയുന്ന ഓണേഴ്സാണ്. യഥാർത്ഥ ഓണേഴ്സിനെ മെമ്പേഴ്സ് എന്ന് വിളിക്കും. നമ്മൾ കൊളോക്കിയലി അതിനെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അത് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് ഷെയർ ഹോൾഡർ എന്നങ്ങ് ലൂസ്ലി ഉപയോഗിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മെമ്പർ എന്ന് തന്നെ പറയാവൂ. ഇനി കമ്പനിയുടെ വേറൊരു കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനിയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പബ്ലിക് കമ്പനി എന്താണെന്ന് അറിയാം. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാ കമ്പനിയും പബ്ലിക് കമ്പനിയാണ്. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് ചോദിക്കും. അതിൻ്റെ സെക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. സെക്ഷൻ 2 സബ്സെക്ഷൻ 68 നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചു കാണും. അപ്പോൾ ഈ പബ്ലിക് കമ്പനി ആകുമ്പോൾ മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് പറയുന്നത്. അത് അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും ആകാം ഓണേഴ്സ്. ഇപ്പം നമ്മൾ ഒരു 100 പേരും കൂടെ ചേർന്ന്, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ചു, ഒരു എയർലൈൻസ് കമ്പനി രൂപീകരിച്ചു. ഈ എയർലൈൻസ് കമ്പനി രൂപീകരിച്ച് നമ്മളെല്ലാവരും ഷെയർ ഹോൾഡേഴ്സാണ്, നമ്മളെല്ലാവരും മെമ്പറാണ്, നമ്മളെല്ലാവരും പൈസ ഇട്ടിട്ടുണ്ട്. ഈ പൈസ വെച്ചിട്ടാണ് ഈ എയർലൈൻസ് ബിസിനസ് നമ്മൾ നടത്തിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 100 പേരുണ്ടെങ്കിൽ നമ്മൾ 100 പേർക്കും 100 ഒപ്പീനിയൻസ് ഉണ്ടാവും. ഞാനെന്ന് പറഞ്ഞ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ മെമ്പർ, എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എയർലൈൻസ് കമ്പനി ഫ്ലൈറ്റ് സർവീസസ് ഇടേണ്ടത് ട്രിവാൻഡ്രം ടു ദുബായ് ആയിരിക്കണമെന്ന്.
എന്നാൽ വേറൊരു ഷെയർ ഹോൾഡറുടെ ഉദ്ദേശം ചിലപ്പോൾ അത് എറണാകുളം ടു ദുബായ് ഇടണമെന്നായിരിക്കും, വേറൊരാളുടേത് തൃശ്ശൂരിലുണ്ടോ കാലിക്കറ്റ് ടു ദുബായ് ഇടണമെന്നായിരിക്കും. അങ്ങനെ ഓരോ ആൾക്കാർക്കും, ഓണേഴ്സ് തന്നെയാണ് നമ്മളെല്ലാവരും, നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും. ഇങ്ങനെ നമ്മളെല്ലാവരും കമ്പനി ഓട്ടിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഭയങ്കരധികം കൺഫ്യൂഷൻ ഉണ്ടാകും. കാര്യം ഞാൻ പറയുന്നത് കേൾക്കണം, മറ്റേ പറയുന്നത് അയാൾ പറയും, ഞാൻ പറയുന്നത് കേൾക്കണം, അങ്ങനെ എല്ലാവരും കൂടെ അടിയുണ്ടാക്കും. അത് വരാതിരിക്കാൻ നമ്മൾ 100 പേരും കൂടെ കമ്പനി പ്രവർത്തിപ്പിക്കാൻ പോകത്തില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 100 പേരുടെ ഇടയിൽ നിന്ന് കുറച്ച് പേരെ തിരഞ്ഞെടുക്കും. അവരെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ഇനി കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ പോകുന്നത് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ മെമ്പേഴ്സാണ് അവരെ ചുമതലപ്പെടുത്തുന്നത്, നിങ്ങൾ കമ്പനീനെ നോക്കി നടത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവരായിരിക്കും ഇനി കമ്പനീനെ നോക്കി നടത്താൻ പോകുന്നത്. അപ്പോൾ ഒരു കമ്പനി ഫോം ഓഫ് എൻറ്റിറ്റിയിൽ 3 പേരിൽ ആദ്യത്തെ 2 പേരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓണേഴ്സ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ മെമ്പർ. ഇനി മുതൽ മെമ്പറിനെ പറയാവൂ, കാര്യം യഥാർത്ഥത്തിൽ മെമ്പേഴ്സാണ് ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. പിന്നെ വരുന്നത് മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെ കുറച്ച് പേരെ, അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ഡയറക്ടേഴ്സ് വേണം, ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. അങ്ങനെ കുറച്ച് പേരെ എലക്ട് ചെയ്ത് ഡയറക്ടർ ബോഡി ഇരുത്തുന്ന ആ ഡയറക്ടേഴ്സിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോങ് ടേം ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദ കമ്പനി ചെയ്യുന്നത് അവരാണ്. ലോങ് ടേം ഡിസിഷൻ മേക്കിങ്ങും കമ്പനി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഗവേണൻസ് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിനെ നോക്കി നടത്തുക, അതാണ് ഇവർ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്നത്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കും തീരുമാനം, ഫ്ലൈറ്റ് സർവീസസ് എവിടെ തൊട്ട് എവിടെ ഇടണമെന്ന്. ട്രിവാൻഡ്രം ടു ദുബായ് ഇടാൻ തീരുമാനിച്ചു. അതൊരു ലോങ് ടേം ഡിസിഷനാണ്. ഒരിക്കലും ട്രിവാൻഡ്രം ടു ദുബായ് ഇട്ടിട്ട് അടുത്ത ദിവസം തന്നെ മാറ്റിയിട്ട് അത് എറണാകുളം ടു ദുബായ് ഒന്നും ആക്കാൻ പോകുന്നില്ല. അത് ഒരു ലോങ് ടേം ഡിസിഷനാണ്. അതൊരു 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ ഉള്ള ഒരു ടൈം ഹൊറൈസൺ ഉള്ള ഒരു ഡിസിഷനാണ്. ഇനി ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് തന്നെ എല്ലാവർക്കും നമ്മൾ എയർലൈൻസ് ബിസിനസ് ആയതുകൊണ്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിലോ അല്ലെങ്കിൽ എയർലൈൻസ് ഇൻഡസ്ട്രിയുടെ നിയമങ്ങൾ അറിയുന്നതായിട്ട് ചില ആൾക്കാരും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ ബിസിനസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു കമ്പനി ഫോം ഓഫ് എൻറ്റിറ്റിയുടെ 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പണൻറ്റ്. മാനേജ്മെൻറ്റ് എക്സാമ്പിൾസാണ് CEO, CFO, MD, മാനേജർ, ഹോൾ ടൈം ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു കമ്പനി ഫോം ഓഫ് എൻറ്റിറ്റി ആണെങ്കിൽ 3 പേരുണ്ട് യഥാർത്ഥത്തിൽ. ഒന്ന് മെമ്പേഴ്സായ യഥാർത്ഥ ഓണേഴ്സ് ഉണ്ട്. ആ ഓണേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ചില പേരെ എലക്ട് ചെയ്ത് ഡയറക്ടർ ബോഡി വിടും. അങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഗവേണൻസ് ചെയ്യുന്ന ഒരു ബോഡിയുണ്ട്, കമ്പനീനെ ഗവേൺ ചെയ്യുന്ന ഒരു ബോഡിയുണ്ട്. ഈ ഗവേൺ ചെയ്യുന്ന ബോഡി കമ്പനിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും ബിസിനസ് ഓപ്പറേഷൻസിനും പ്രവർത്തനങ്ങൾക്കും ചില പേരെ നിയമിക്കുന്നുണ്ട്. അവരെ മാനേജ്മെൻറ്റ് എന്ന് പറയും. മാനേജ്മെൻറ്റ് എക്സാമ്പിൾസാണ് ഈ CEO, CFO, MD എന്നൊക്കെ ഞാൻ പറഞ്ഞത് ആണല്ലോ. ഈ CEO, CFO, MD എന്നൊക്കെ പറയുന്നത് അവർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനിയാണ് നോക്കി നടത്തുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അതായത് ഇപ്പം ഫ്ലൈറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ട അസറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എയർലൈൻസ് ആണ് വേണ്ടത്. എന്നാൽ ആ എയർലൈൻസ് ഏത് എയർലൈൻസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് മേടിക്കണം CEO തീരുമാനിക്കും. പിന്നെ ഫ്ലൈറ്റ് മേടിച്ചതിന് ശേഷം ഫ്ലൈറ്റ് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈലറ്റ്സിനെ നിയമിക്കണം. അതാര് നിയമിക്കും? CEO നിയമിക്കും. അങ്ങനെയുള്ള ബാക്കിയുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ ഓപ്പറേഷൻസും മാനേജ്മെൻറ്റും എല്ലാം ചെയ്യുന്നത് ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബ്രാഞ്ചാണ്. അതിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന പൊസിഷനാണ് CEO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ എന്ന് പറയും. ഓക്കെ, മാനേജിങ് ഡയറക്ടർ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും ഒരു അംഗമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് ഒരു സ്ട്രക്ചർ ഓഫ് എ കമ്പനി മനസ്സിലായോ? കമ്പനി എന്ന് പറയുമ്പോൾ ഈ 3 പേരുണ്ട്. ഒന്നെന്ന് പറയുന്ന ഓണേഴ്സ്, അതായത് മെമ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അതുകൂടാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരാണ് ഗവേണൻസ് നടത്തുന്നത്. കമ്പനി എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ നോക്കി നടത്തുന്നത്. കമ്പനി എന്ന് പറഞ്ഞ സ്ഥാപനം ചെയ്യുന്ന ബിസിനസ് നോക്കി നടത്തുന്ന ആൾക്കാരാണ് മാനേജ്മെൻറ്റ്. ഈ 3 പേരും മനസ്സിലായല്ലോ. എന്നാൽ ഞാൻ മുന്നോട്ട് പോവുകയാണേ, ഡിവിഡൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം. അതായത് കമ്പനി ഒരു വർഷം ബിസിനസ് ചെയ്തു, കമ്പനിക്കൊരു 10 ലക്ഷം രൂപ പ്രോഫിറ്റായിട്ട് കിട്ടി. അതായത് ടോട്ടൽ സെയിൽസ് ചെയ്യുന്ന പർച്ചേസും എല്ലാ കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസൊക്കെ കുറച്ചിട്ടും വീണ്ടും ബാക്കി നിൽക്കുന്നുണ്ട്. ആ ബാക്കി നിൽക്കുന്നതിനെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഓണേഴ്സ് ആണെങ്കിൽ, അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആണെങ്കിൽ
ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ആ ഓണേഴ്സിനാണ് പ്രോഫിറ്റിൻ്റെ വിഹിതം എടുത്തുകൊണ്ട് പോകാനുള്ള അവകാശമുള്ളത്. നിങ്ങൾ പാർട്ട്ണർഷിപ്പിലൊക്കെ പഠിച്ചിട്ടില്ലേ? പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ചിട്ട് ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ട്നേഴ്സിന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കമ്പനി ചിലപ്പോൾ ഓണേഴ്സിന് പ്രോഫിറ്റിൻ്റെ വിഹിതം കൊടുത്തെന്നിരിക്കും. അങ്ങനെ ഓണേഴ്സിന് പ്രോഫിറ്റിൻ്റെ വിഹിതം കൊടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അതിനെ ഡിവിഡൻഡ് എന്നുള്ള വാക്ക്. അപ്പോൾ ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് distributed among the owners of the company is known as dividend. പറഞ്ഞു പിടികിട്ടിയോ? അപ്പോൾ ഡിവിഡൻഡ് എന്താണെന്ന് പിടികിട്ടിയല്ലോ. ഇനി ഡിവിഡൻഡ് നിങ്ങളുടെ കമ്പനീസ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 35 അതിൽ ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻറ്ററിം ഡിവിഡൻഡ് ഓൾസോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഡിവിഡൻഡ് എന്താണെന്നൊന്നും അങ്ങ് പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഡിവിഡൻഡിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അറിയാം. പ്രോഫിറ്റിൻ്റെ വിഹിതം ഓണേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിന് കൊടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ആണല്ലോ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. നമ്മളെ കമ്പനി എത്ര ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി? 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ 10 ലക്ഷത്തിൽ 6 ലക്ഷം കമ്പനി മാറ്റിവെച്ചിട്ട് 4 ലക്ഷം മാത്രം ഡിവിഡൻഡായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ 6 ലക്ഷം മാറ്റിവെച്ചില്ലേ? മാറ്റിവെച്ചത് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ചിലവുകളുണ്ടാകും. അതായത് ഇന്നിപ്പം ഫ്ലൈറ്റ് സർവീസസ് എവിടം തൊട്ട് എവിടം വരെ ഉള്ളൂ? ട്രിവാൻഡ്രം ടു ദുബായേ ഉള്ളൂ. നാളെ ഒരു പുതിയൊരു ഫ്ലൈറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എറണാകുളം ടു ദുബായ്, അതായത് 2 ഫ്ലൈറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എക്സ്പാൻഷനും ഗ്രോത്തിനൊക്കെ പൈസ വേണ്ടി വരും. ആ പൈസ വേണ്ടി വരുമെന്ന് നേരത്തെ കണ്ടുകൊണ്ട് ഇവർ ഈ 6 ലക്ഷം മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ചിലവിന്. അങ്ങനെ മാറ്റി വയ്ക്കുന്ന അമൗണ്ടിനെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പോൾ ഈ കിട്ടുന്ന കമ്പനി ഉണ്ടാക്കുന്ന എല്ലാ പ്രോഫിറ്റും ഒന്നും ആർക്ക് കൊടുക്കത്തില്ല? ഓണേഴ്സിന് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ മെമ്പേഴ്സിന് കൊടുക്കത്തില്ല. ചിലപ്പോൾ ഒരു വിഹിതം മാറ്റിവെക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ അത് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ കമ്പനി ഇനി വരാൻ പോകുന്ന വർഷങ്ങൾക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ കമ്പനി അതിനെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയും. അതല്ലാതെ പ്രോഫിറ്റിൻ്റെ വിഹിതം, കിട്ടിയ പ്രോഫിറ്റ് ഓണേഴ്സിന് അങ്ങ് വിഹിതമായിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അതിന് ഡിവിഡൻഡ് എന്ന് പറയത്തുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് വേണമെങ്കിൽ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് റീറ്റെയിൻഡ് ഏർണിങ്സും ഉണ്ട്, ഒന്ന് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്ന അമൗണ്ടും ഉണ്ട്. മനസ്സിലായോ? ഇനി ഞാൻ പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രോസസ്സ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ സെക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പോകുന്നത്, അതായത് സെക്ഷൻ 123 മൂവ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതും പ്രൊപ്പോസ് ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, March 31 വരെ ഉണ്ടാകും. ആ March 31 വരെയുള്ള 12 മാസത്തെ വർഷത്തെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കമ്പനിയുടെ ഞാനൊരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. അതായത് ഫിനാൻഷ്യൽ ഇയർ 2019-2020 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് എന്ന് പറയുന്നത് 31 March 2020 ആണല്ലോ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ്. എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ് ആകുമ്പോൾ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരു ജോലി വരും. 31 March ആകുമ്പോഴത്തേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി CFOയ്ക്ക് വരും. CFO ആണ് ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് CFO. അപ്പോൾ CFOയ്ക്ക് ഒരു ഡ്യൂട്ടി വരും ആസ് ഓൺ 31/3/2020. എന്താണ് ആ ഡ്യൂട്ടി? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൽ ചെയ്യാനുള്ള ഡ്യൂട്ടി വരും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, അതുകൂടാതെ നോട്ട്സ് ഫോമിങ് പാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഈ 5 കോമ്പണൻസ് അടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് CFO, അതായത് മാനേജ്മെൻറ്റ് ഇരിക്കുന്ന വ്യക്തിയാണ് CFO. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇത് ആർക്ക് കൈമാറുമെന്ന് വെച്ചാൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് കൈമാറും. ഈ ഓഡിറ്റ് കമ്മിറ്റി ആരാണെന്നൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓഡിറ്റ് കമ്മിറ്റിക്ക് കൈമാറും. ഓഡിറ്റ് കമ്മിറ്റിയിൽ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ചില പേര് ഓഡിറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളാവും. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ചില ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ കമ്പനി, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻ്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ചെന്ന്. ആ കമ്പനിനകത്ത് 3 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൽ ഞാനുണ്ട്, വേറെ 2 പേരുണ്ട്. എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് കൊമേഴ്സ് ഫീൽഡുമായിട്ട് യാതൊരു രീതിയിലും ബന്ധമില്ല. അപ്പോൾ എനിക്ക് ഈ ബാലൻസ് ഷീറ്റും P&L നോക്കിയാൽ എനിക്ക് മനസ്സിലാവില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് സൈൻ ചെയ്യണം.
പറഞ്ഞു പിടികിട്ടിയോ? പക്ഷേ ഞാൻ സൈൻ ചെയ്യാനുള്ള ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എനിക്ക് നോക്കിയാൽ എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ എൻ്റെ കൂടെ ഇരിക്കുന്ന വേറെ 2 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ ആക്ച്വലി ചാർട്ടേഡ് അക്കൗണ്ടൻസാണ്. അപ്പോൾ അവർക്ക് ബാലൻസ് ഷീറ്റും P&L നോക്കിയാൽ അവർക്ക് മനസ്സിലാകും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ അവരെ ഏൽപ്പിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അവർ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എല്ലാം ശരിയാണെങ്കിൽ അവർ സൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ സൈൻ ചെയ്യും. ഇല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ 3 പേര് അടങ്ങുന്ന ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സില്ലേ, നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കും. അതിനെയാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ബാക്കി 2 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയ ഡയറക്ടേഴ്സില്ലേ, അവരായിരിക്കും മെമ്പേഴ്സായിട്ടിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഓഡിറ്റ് കമ്മിറ്റിയിൽ. പറഞ്ഞു പിടികിട്ടിയോ? അവരാണ് ഇനി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നോക്കി പരിശോധിച്ചിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ എന്നെയും കൂടെ അറിയിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ബോർഡ് മീറ്റിംഗ് കൂടി ഇത് സൈൻ ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ പീരീഡ് ആകുമ്പോൾ ആർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൽ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി വരും? CFOയ്ക്ക്. CFO ഇതെല്ലാം പ്രോപ്പറായിട്ട് കമ്പൈൽ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഇത് ആർക്ക് കൈമാറും സൈൻ ചെയ്യാനൊക്കെ? ഓഡിറ്റ് കമ്മിറ്റിക്ക് കൈമാറും. ഓഡിറ്റ് കമ്മിറ്റി ഇതെല്ലാം നോക്കിയതിന് ശേഷം എല്ലാം ഓക്കെ ആണെന്ന് അവർ ബോധ്യപ്പെട്ടാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞോളും, ധൈര്യമായിട്ട് സൈൻ ചെയ്തോ, എല്ലാം കറക്റ്റായിട്ട് CFO ചെയ്തിട്ടുണ്ട്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ നൽകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈമാറും. കൈമാറിയതിന് ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത് അപ്രൂവ് ചെയ്യും, അതായത് സൈൻ ചെയ്യും. ഏതാണ് അവർ സൈൻ ചെയ്യുന്നത്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആര് പ്രിപ്പയർ ചെയ്തത്? CFO പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ആര് ഒന്ന് നോക്കിയിരുന്നു? ഓഡിറ്റ് കമ്മിറ്റി നോക്കി. ഓഡിറ്റ് കമ്മിറ്റി അവരുടെ അപ്രൂവൽ നൽകിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൈമാറിയ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് പേര് സൈൻ ചെയ്യണം. നിങ്ങൾക്ക് സെക്ഷൻ 134 ഓർമ്മയുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെ സൈൻ ചെയ്യണമെന്നൊക്കെ എടുത്ത് പറയുന്ന സെക്ഷനാണ് 134. ഒരു ചെയർപേഴ്സൺ ഉണ്ടെങ്കിൽ ചെയർപേഴ്സൺ സൈൻ ചെയ്യണം. ചെയർപേഴ്സൺ ഇല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണം. 2 ഡയറക്ടേഴ്സിൽ ഒരു ഡയറക്ടർ MD ആയിരിക്കണം. ഇനി CEO ഒരു ഡയറക്ടർ ആണെങ്കിൽ CEOയും സൈൻ ചെയ്തിരിക്കണം. അതുകൂടാതെ CFOയും CS-ഉം നിങ്ങളെ കമ്പനിയിലുണ്ടെങ്കിൽ അവർ 2 പേരും സൈൻ ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് 134. അത് ഞാൻ അക്കൗണ്ട്സ് പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സൈൻ ചെയ്യും. സൈൻ ചെയ്തതിന് ശേഷം സൈൻഡ് കോപ്പി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഓഡിറ്ററിന് കൈമാറുന്നത്. എന്നിട്ട് ഓഡിറ്റർ ഇത് വെച്ചുകൊണ്ടായിരിക്കും ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഓഡിറ്റർ ഈ സൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, ഓഡിറ്റ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിക്ക് സബ്മിറ്റ് ചെയ്യാം, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് വായിച്ച് നോക്കുകയും ചെയ്യും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മുന്നിൽ ഇപ്പം എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന് സൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്ററിന് അയച്ചതുകൊണ്ട് ഓഡിറ്റർ അതിൻ്റെ മേളിൽ ഓഡിറ്റൊക്കെ ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ടും കൂടി സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ സൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൂടാതെ ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ട്. ആരുടെ കയ്യിൽ? നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ. ഇനി എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം, അതായത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം, ഞാൻ ഒരു കമ്പനി ഫോം ഓഫ് എൻറ്റിറ്റി ആണെങ്കിൽ AGM വിളിച്ചു കൂട്ടണം. എന്താണ് AGM എന്ന് പറഞ്ഞാൽ? ആനുവൽ ജനറൽ മീറ്റിംഗ്. നിങ്ങൾക്ക് സ്കൂളിൽ ആനുവൽ ഡേ ഇല്ലേ? ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഇവൻ്റ് ആണല്ലോ ആനുവൽ ഡേ. അതേപോലെ ഈ ജനറൽ മീറ്റിംഗ്, നിങ്ങൾക്ക് ജനറൽ മീറ്റിംഗ് എന്താണെന്നറിയാം ഞാൻ വിശ്വസിക്കുന്നു. ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങിനെയാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബോർഡ് മെമ്പേഴ്സ് മാത്രം അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗാണ് ബോർഡ് മീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മെമ്പേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ട് അവരുടെ കമ്പനിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ അവർ മനസ്സിലാക്കി AGM അറ്റൻഡ് ചെയ്യാൻ വരും. എന്നിട്ട് 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും. ഈ 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ ഓർഡിനറി ബിസിനസ്സസ് ദാറ്റ് ദ members take decision in a AGM എന്ന് പറയും. ഓക്കെ, ഈ ഓർഡിനറി ബിസിനസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് അപ്പോയിൻമെൻറ്റ് ആൻഡ് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ഡയറക്ടേഴ്സിനെ ഇവരുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ ഇവരെ റീ അപ്പോയിൻറ്റ് ചെയ്യും, ഇവരുടെ പെർഫോമൻസ് നല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതിനാണ് അപ്പോയിൻമെൻറ്റ് ആൻഡ് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ആൻഡ് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സും നടക്കും. വേറെ AGM-ൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം. പിന്നെ നടക്കുന്നതെന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഡിക്ലറേഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഡിവിഡൻഡ് എവിടെ വെച്ചാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ AGM-ൽ. ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യണേ. പിന്നെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത്, മെമ്പേഴ്സ് ഈ CFO ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓഡിറ്റ് കമ്മിറ്റി പരിശോധിച്ച് നോക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ മേളിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓണേഴ്സ് അതായത് മെമ്പേഴ്സ് നമ്മളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്, ഇതൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരത് സ്വീകരിക്കും. അതിനെ അഡോപ്ഷൻ ഓഫ് അക്കൗണ്ട്സ് എന്നൊക്കെ പറയും.
അല്ലെങ്കിൽ അഡോപ്ഷൻ ഓഫ് അക്കൗണ്ട്സ് എന്നാണ് അതിനെ പറയുന്നത്, അല്ലെങ്കിൽ കൺസിഡറേഷൻ ഓഫ് അക്കൗണ്ട്സ് ബൈ ദ മെമ്പേഴ്സ് ഇൻ എ ജനറൽ മീറ്റിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു AGM നടക്കുന്നത്. ഓക്കെ, അപ്പോൾ AGM നടക്കേണ്ട ഒരു സമയപരിധിയൊക്കെ ഉണ്ട്. അത് സെക്ഷൻ 96 പറയുന്നുണ്ട്. അത് ഞാനിപ്പം പറയുന്നില്ല. സെക്ഷൻ 96 പറയുന്നതെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഞാൻ സെക്ഷൻ 96 ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. വെരി സിമ്പിളാണ്. ഫസ്റ്റ് AGM അല്ലെങ്കിൽ വേണ്ട സബ്സീക്വൻറ്റ് AGM, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സബ്സീക്വൻറ്റ് AGM നടത്താനുള്ള സമയപരിധിയെ പറ്റിയാണ് പറയുന്നത്. എല്ലാ വർഷത്തിലും ഒരു AGM നടത്തിയേ പറ്റൂ. അത് എപ്പോൾ നടത്തണമെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ നടത്താനുള്ള മീറ്റിംഗ് ആണ് AGM. നടത്താനുള്ള ജനറൽ മീറ്റിംഗ് ആണ് AGM. അതായത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് എന്ന് പറഞ്ഞാൽ 31/3 എന്ന് പറയുന്ന ആ എൻഡിന്ന് 6 മാസത്തിനുള്ളിൽ നടത്താനുള്ള മീറ്റിംഗ്. 6 മാസം എന്ന് വെച്ചാൽ സെപ്റ്റംബർ 30th ആ ഡേറ്റ് വരുന്നത്. അപ്പോൾ സെപ്റ്റംബർ 30th വേണം AGM കണ്ടക്ട് ചെയ്യാൻ. AGM കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് 21 ദിവസത്തെ ക്ലിയർ ഡേയ്സ് നോട്ടീസൊക്കെ കൊടുക്കണം മെമ്പേഴ്സിന്. അതായത് മീറ്റിംഗ് AGM വിളിച്ചു കൂട്ടുന്നുണ്ട്, ഇന്ന ദിവസമാണ്, ഇന്ന സ്ഥലത്താണ്, മെമ്പേഴ്സ് എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കാനുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ 21 ദിവസം, മീറ്റിങ്ങിന് 21 ദിവസം മുമ്പെങ്കിലും കൊടുക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ AGM വിളിച്ചു കൂട്ടുന്ന ജോലി, അവരുടെ ഡ്യൂട്ടി ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയാണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഞാൻ ഈ ഒരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് പറഞ്ഞില്ലേ, അതായത് 31 മാർച്ച് ആകുമ്പം ഒരാൾക്ക് ഡ്യൂട്ടി വരിക, മാർക്കാണ് CFO എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഓഡിറ്റ് കമ്മിറ്റിക്ക് അയക്കും. ഓഡിറ്റ് കമ്മിറ്റി അതെല്ലാം നോക്കിയിട്ട് എല്ലാം ശരിയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അത് റെഫർ ചെയ്യും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് സൈൻ ചെയ്യും. പിന്നെ അത് ഓഡിറ്ററിന് കൊടുക്കും. അത് ഓഡിറ്റർ സൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മേളിലായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്നിട്ട് ഓഡിറ്റർ ആർക്ക് ഫോർവേഡ് ചെയ്യും? ഓഡിറ്റ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിക്ക്. എന്നിട്ട് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്വീകരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മുന്നിൽ ഇപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇരിക്കുന്നത്. അതുകൂടാതെ ഓഡിറ്റ് റിപ്പോർട്ടും ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അവർ AGM വിളിച്ചു കൂട്ടാനുള്ള ദിവസമൊക്കെ തീരുമാനിച്ചിട്ട് AGM വിളിച്ചു കൂട്ടാനുള്ള നോട്ടീസൊക്കെ കൊടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും. ആ തീരുമാനം എടുക്കുന്ന ഒരു ബോർഡ് മീറ്റിങ്ങിൽ വെച്ചാണ്. ആ ബോർഡ് മീറ്റിങ്ങിൽ അവർ വേറെ 2-3 തീരുമാനം എടുക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ കയ്യിലിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവരെടുത്ത് നോക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ P&Lനകത്ത് പ്രോഫിറ്റ് എത്രയുണ്ടെന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ആ പ്രോഫിറ്റ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട്, അതായത് സപ്പോസിങ് പ്രോഫിറ്റ് 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 10 ലക്ഷത്തിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിചാരിക്കുകയാണ് അടുത്ത വർഷം ചിലവാകാൻ പോകുന്ന ചില ചിലവുകൾക്ക് വേണ്ടി വരുന്ന പൈസ എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. അപ്പം ഓൾറെഡി കമ്പനി പ്രോഫിറ്റ് 10 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്, 4 ലക്ഷമാണ് ചിലവാകാൻ പോകുന്ന പൈസ. അപ്പോൾ 6 ലക്ഷം മെച്ചമുണ്ട്. വേണമെങ്കിൽ ഈ 6 ലക്ഷം എന്തായിട്ട് ഓണേഴ്സിന് കൊടുക്കാം, തിരിച്ച് മെമ്പേഴ്സിന് തിരിച്ച് എന്തായിട്ട് കൊടുക്കാം, ഡിവിഡൻ്റായിട്ട് തിരിച്ച് കൊടുക്കാമെന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു തീരുമാനത്തിലെത്തും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ബോർഡ് മീറ്റിങ്ങിൽ എന്ത് തീരുമാനം എടുക്കുന്നു വെച്ചാൽ, അവർ ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്യും. ഇത്രയും ഡിവിഡൻഡ് വരെ കൊടുക്കാൻ കമ്പനി താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ബോർഡ് മീറ്റിങ്ങിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അപ്പോൾ ഇവിടെ എത്ര രൂപയുടെ ഡിവിഡൻഡ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? 6 ലക്ഷത്തിൻ്റെ എന്നാണ് എൻ്റെ എക്സാമ്പിളിൽ ഞാൻ ഓർക്കുന്നത്. 6 ലക്ഷമാണെന്നാണ്. 4 ലക്ഷമാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് 6 ലക്ഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ക്ലിയർ ആയോ? ഈ ഒരു പ്രോസസ്സിന് എന്ത് പറയും? പ്രൊപ്പോസിങ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയും. അപ്പോൾ ഡിവിഡൻഡ് ആരാണ് പ്രൊപ്പോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നോട്ടീസ് കൊടുത്തയക്കുമെന്ന്. നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് AGM വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു നോട്ടീസ് ആർക്കൊക്കെ അയച്ചു കൊടുക്കും? എല്ലാ മെമ്പേഴ്സിനും അയച്ചു കൊടുക്കും. ഈ മെമ്പേഴ്സ് ഈ നോട്ടീസ് കിട്ടിയിട്ടായിരിക്കും അറ്റൻഡ് ചെയ്യാൻ വരുന്നത്? AGM അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. ഈ നോട്ടീസിൻ്റെ കൂടെ തന്നെ 21 ദിവസം മുമ്പ് കൊടുക്കാനുള്ള നോട്ടീസിൻ്റെ കൂടെ തന്നെ എല്ലാ മെമ്പേഴ്സിനും 2-3 സാധനങ്ങൾ കൂടെ അയക്കും കമ്പനി മെമ്പേഴ്സിന്. എന്തൊക്കെ അയക്കുമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു സൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതുകൂടാതെ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, അതുകൂടാതെ ബോർഡ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാം വെച്ചുകൊണ്ട് ആ ബോർഡ് മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. പ്രവർത്തന റിപ്പോർട്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മളെ കമ്പനി എന്തൊക്കെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു, ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ എന്തൊക്കെ പ്രവൃത്തിയിൽ ഏർപ്പെടും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലാത്ത ബാക്കി കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ബോർഡ് റിപ്പോർട്ടിൽ കാണാം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള കാര്യങ്ങളും കാണും, പക്ഷേ അത് കൂടാതെ വേറെ എന്തെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മെമ്പേഴ്സിനെ അറിയിക്കണമെങ്കിൽ അത് ബോർഡ് റിപ്പോർട്ട് ത്രൂ ആയിരിക്കും അറിയിക്കുന്നത്. അപ്പോൾ ഈ
ബോർഡ് റിപ്പോർട്ടിനകത്തായിരിക്കും പറയുന്നത് ഡിവിഡൻഡ് എത്ര വരെ പ്രപ്പോസ് ചെയ്തു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മളെ കമ്പനിയിൽ ഡിവിഡൻഡ് എത്രയാണ് പ്രപ്പോസ് ചെയ്തത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? 6 ലക്ഷം വരെ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് റിപ്പോർട്ടിനകത്ത് ഡിവിഡൻഡ് എത്ര വരെ കൊടുത്തോളാം എന്നുള്ള തീരുമാനത്തെ പറ്റി പറയുന്നുണ്ട് ആണല്ലോ. ഈ ബോർഡ് റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബോർഡ് അല്ലെങ്കിൽ കമ്പനി ആർക്ക് അയച്ചു കൊടുക്കും? എല്ലാ മെമ്പേഴ്സിനും അയച്ചു കൊടുക്കും. എന്തിൻ്റെ കൂടെ? AGM വിളിച്ചു കൂട്ടാനുള്ള നോട്ടീസിൻ്റെ കൂടെ അയച്ചു കൊടുക്കും. ക്ലിയർ ആയോ? AGM നടത്താനുള്ള നോട്ടീസ് കിട്ടിയിട്ട് ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ട് ആരും AGM അറ്റൻഡ് ചെയ്യാൻ വരും? മെമ്പേഴ്സ് AGM അറ്റൻഡ് ചെയ്യാൻ വരും. അവർ ഈ മെമ്പേഴ്സ് AGM അറ്റൻഡ് ചെയ്യാൻ വന്നതിന് ശേഷം അവർ 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു AGMൽ. ഏതൊക്കെയാണ്? ആ ഓർഡിനറി ബിസിനസ് എന്താണെന്ന് ഞാൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അത് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അത് എല്ലാം കൂടെ ഇപ്പം ഡിവിഡൻ്റെ കൂടെ പറഞ്ഞാൽ ഡിവിഡൻ്റ് ശരിക്കും അങ്ങ് വലുതായിപ്പോവും. ഓക്കെ, അപ്പം AGMൽ മെമ്പേഴ്സ് അറ്റൻഡ് ചെയ്യും. മെമ്പേഴ്സ് എന്നിട്ട് 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും. ഏതൊക്കെയാണ് ആ 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ? ഒന്ന്, ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും റീ അപ്പോയിൻമെൻറ്റും. ഈ ഡയറക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ ഡയറക്ടേഴ്സിനെ തന്നെ വീണ്ടും ഡയറക്ടറായിട്ട് ഒന്നും കൂടെ തിരഞ്ഞെടുക്കും. അതിനെയാണ് റീ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ടറിനെ തിരഞ്ഞെടുക്കും. അങ്ങനെ വേറൊരു ഡയറക്ടർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് അപ്പോയിൻമെൻറ്റ് എന്ന് പറയും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഈ മെമ്പേഴ്സ് എടുക്കുന്ന AGMൽ എന്താണ്? അപ്പോയിൻമെൻറ്റ് ആൻഡ് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അതുകൂടാതെ വേറെ എന്തൊക്കെ തീരുമാനം എടുക്കുമെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഓർ റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്. അപ്പം ഓഡിറ്റേഴ്സിനെയും കമ്പനിയിലെ ഓഡിറ്റേഴ്സിനെയും നിയമിക്കുന്നത് സബ്സീക്വൻറ്റ് ഓഡിറ്റേഴ്സാണ്. നിയമിക്കുന്ന ആരാന്ന് വെച്ചാൽ മെമ്പേഴ്സാണ് ഇൻ ആൻ AGM. അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന തീരുമാനമാണ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ AGMലാണ്. ഓക്കെ, നിങ്ങളിപ്പം ചിന്തിക്കും ഇൻട്രം ഡിവിഡൻഡ് ഉണ്ട്, തൽക്കാലം ഇൻട്രം ഡിവിഡൻഡ് അവിടെ നിൽക്കട്ടെ, ഇൻട്രം ഡിവിഡൻഡ് ഏറ്റവും അവസാനം പറഞ്ഞുതരാം. നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഫൈനൽ ഡിവിഡൻഡിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഫൈനൽ ഡിവിഡൻഡ് എവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യുമെന്ന് വെച്ചാൽ AGMൽ വെച്ചാണ് ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ആര് ഡിക്ലെയർ ചെയ്യുമെന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യും. ഞാൻ പറഞ്ഞു എത്ര രൂപ വരെ ഡിവിഡൻഡ് കൊടുത്തോളാമെന്ന് പ്രപ്പോസ് ചെയ്തു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? 6 ലക്ഷം വരെ കൊടുത്തോളാമെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്തു ആണല്ലോ. 6 ലക്ഷം വരെ കൊടുത്തോളാമെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്താൽ AGMൽ മെമ്പേഴ്സിന് ഒരു തീരുമാനം എടുക്കാം. 6 ലക്ഷം മതിയോ, ഇല്ലെങ്കിൽ 5 വേണമെങ്കിൽ 5 സ്വീകരിക്കാം, 4 സ്വീകരിക്കാം. പക്ഷേ 6ൻ്റെ മുകളിൽ ചോദിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട്? 10 ലക്ഷമുണ്ട്. പക്ഷേ 10 ലക്ഷം ചോദിക്കാൻ പറ്റുമോ മെമ്പേഴ്സിന്? ഇല്ല. എത്ര വരെ ചോദിക്കാൻ പറ്റൂ? 6 ലക്ഷം വരെ മാക്സിമമേ ചോദിക്കാൻ പറ്റൂ. കാര്യം 6 ലക്ഷം വരെ തരാനേ താല്പര്യപ്പെടുന്നുള്ളൂ, പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണോ പ്രപ്പോസ് ചെയ്തത് അത്രയും വരെ ചോദിക്കാം. വേണമെങ്കിൽ അതിൽ കുറച്ച് ചോദിക്കാം. പക്ഷേ ആരും കുറച്ച് ചോദിക്കാൻ പോകുന്നില്ല. പൈസ വേണമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് ആരും പറയാൻ പോകുന്നില്ല. അപ്പോൾ ആ 6 ലക്ഷം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കും മെമ്പേഴ്സ്. നമുക്ക് ഈ ഡിവിഡൻഡ് കമ്പനി നൽകാൻ നമ്മൾ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ് AGMൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. ആര്? മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യും. പക്ഷേ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രൊപ്പോസ് ചെയ്ത ഡിവിഡൻഡിൻ്റെ മേളിലെ ഡിക്ലറേഷൻ നടത്താൻ പറ്റൂ AGMൽ മെമ്പേഴ്സിന്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം പ്രൊപ്പോസ് ചെയ്താൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തെങ്കിലും ഡിവിഡൻഡ് മെമ്പേഴ്സിന് കിട്ടാൻ വകുപ്പുണ്ടോ? ഇല്ല. ക്ലിയർ ആയോ? അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിചാരിച്ചാലേ ഡിവിഡൻഡ് കിട്ടത്തുള്ളൂ. വേണമെങ്കിൽ പ്രോഫിറ്റ് മൊത്തത്തിൽ തന്നെ അത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആക്കാം. പല ലിസ്റ്റഡ് കമ്പനീസും ഡിവിഡൻഡ് ഒരിക്കൽ പോലും കൊടുക്കാത്ത ചരിത്രമുള്ള 50-60 വർഷമായിട്ട് ചരിത്രമുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ഒരിടത്തും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇത് ഡയറക്ടേഴ്സിൻ്റെ ഡിസ്ക്രിഷനാണ്. അവർ ചിന്തിക്കുന്ന രീതിയാണ്. അവർ വേണമെങ്കിലല്ല, അവർക്ക് തോന്നിയാണ് പൈസയുടെ ആവശ്യമില്ല, ഇനി കമ്പനിക്ക് ഗ്രോ ചെയ്യാനുള്ള മേഖലകളെല്ലാം കുറഞ്ഞു, ഇനി കമ്പനിക്ക് പൈസയുടെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവർ മെമ്പേഴ്സിന് ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്യുന്നൊക്കെ ഇരിക്കും. എന്നിട്ട് അത് എവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? AGMലാണ്. മെമ്പേഴ്സാണത് ഡിക്ലെയർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡിക്ലെയർ ചെയ്യപ്പെട്ട ഡിവിഡൻഡ് ഒരു കടമാകും കമ്പനിക്ക്. ആർക്ക് കൊടുക്കാനുള്ള കടമെന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിന് കൊടുക്കാനുള്ള കടമാവും. സോ ഡിക്ലെയർഡ് ഡിവിഡൻഡ് ബിക്കംസ് എ ഡെറ്റ് ഓഡ് ബൈ ദ കമ്പനി ടു ദ മെമ്പേഴ്സ്. അപ്പോൾ എവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഡിവിഡൻഡ് കൊടുക്കാനുള്ള ലയബിലിറ്റി കമ്പനിക്ക് വരുന്നതെന്ന് വെച്ചാൽ AGMൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? മെമ്പേഴ്സാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അത് ഡിക്ലെയർ ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമേ എന്താവത്തുള്ളൂ? ഈ ഡിവിഡൻഡ് ഒരു ലയബിലിറ്റി ആവത്തുള്ളൂ കമ്പനീനെ സംബന്ധിച്ചിട്ട്. ഈ പ്രോസസ്സ് പിടികിട്ടിയോ? അപ്പോൾ ഈ പ്രോസസ്സ് എവിടെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത്? 31/3/2020 ആകുമ്പോൾ, 2020 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ, അതായത് 2019
2020 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡാണ് 31/3/2020 ആകുമ്പോൾ ഒരാൾക്കൊരു ഡ്യൂട്ടി വരും, മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാൾക്കൊരു ഡ്യൂട്ടി വരും. എന്ത് ചെയ്യാൻ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൽ ചെയ്യാൻ. അതാരാണ്? CFO. അപ്പോൾ CFO ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ആർക്ക് അയച്ചു കൊടുക്കും? ഓഡിറ്റ് കമ്മിറ്റി ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് അവർ ആർക്ക് റെക്കമെൻഡേഷൻ അയച്ചു കൊടുക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. ഇതെല്ലാം ശരിയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നിങ്ങൾ ധൈര്യമായിട്ട് സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആർക്ക് അയച്ചു കൊടുക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. ഓഡിറ്റ് കമ്മിറ്റി ഇത് ഫോർവേഡ് ചെയ്യും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത് സൈൻ ചെയ്ത് ഇത് ആർക്ക് കൈമാറും? ഓഡിറ്ററിന് കൈമാറും. എന്നിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യും. എന്നിട്ട് ഈ സൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മേളിലായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് ആര് കൊടുക്കുന്നത്? ഓഡിറ്റർ കൊടുക്കുന്നത് ആണല്ലോ. ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്നിട്ട് ആർക്ക് കൈമാറും? ഓഡിറ്റ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ കൈമാറും. എന്നിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടും. ആ ബോർഡ് മീറ്റിങ്ങിനകത്ത് അവരുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഏതൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് സൈൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അത് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അതിൻ്റെ മേളിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് അവരൊരു ബോർഡ് റിപ്പോർട്ട് തയ്യാറാക്കും. എന്നിട്ടൊരു തീരുമാനം കൂടെ എടുക്കും, ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള, ഡിവിഡൻഡ് കൊടുക്കണോ എന്നല്ല, പ്രപ്പോസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കും ആണല്ലോ. അപ്പോൾ ഡിവിഡൻഡ് ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. അവർ പ്രോഫിറ്റും പിന്നെ ഇനി വരാൻ പോകുന്ന ചിലവുകളൊക്കെ കരുതിയിട്ട് അവർ ചിലപ്പോൾ ഡിവിഡൻഡ് ഇത്രത്തോളം കൊടുക്കാം വേണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുക്കും. അതിനെയാണ് പ്രപ്പോസിങ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആണല്ലോ. ബോർഡ് പ്രപ്പോസ് ചെയ്ത എത്ര രൂപ വരെ കൊടുക്കാമെന്നൊക്കെയുള്ള തീരുമാനം അവർ ബോർഡ് റിപ്പോർട്ടിൽ എഴുതും. ആ ബോർഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ട് ബോർഡ് റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും AGM വിളിച്ചു കൂട്ടാനുള്ള നോട്ടീസിൻ്റെ കൂടെ ആർക്ക് അയച്ചു കൊടുക്കും? മെമ്പേഴ്സിന് അയച്ചു കൊടുക്കും. എന്നിട്ട് മെമ്പേഴ്സ് ഇതെല്ലാം വായിച്ച് പഠിച്ചിട്ട് AGM അറ്റൻഡ് ചെയ്തിട്ട് 4 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി അവർ വരും. അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്താ? ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. അതായത് പ്രപ്പോസ് ചെയ്ത ഈ ഡിവിഡൻഡ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡ് നമുക്ക് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര് ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും? AGM-ൽ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യും. നമ്മൾ ഇത് സ്വീകരിച്ചോളാം, നമുക്ക് ഈ ഡിവിഡൻഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡിക്ലെയർ ചെയ്യും AGM-ൽ. Once a dividend is declared, it becomes a debt owed by the company to the members. ഒരിക്കൽ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യപ്പെട്ടാൽ അത് ബാധ്യതയാണ്. ആരുടെ മേലുള്ളൊരു ബാധ്യതയാണ്? കമ്പനിക്ക് ബാധ്യതയുണ്ട്, മെമ്പേഴ്സിന് ഈ ഡിവിഡൻഡ് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ക്ലിയർ ആയോ? പറഞ്ഞു ഈ പ്രോസസ്സ് ക്ലിയർ ആയോ? അപ്പോൾ ഡിവിഡൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ വിഹിതം മെമ്പേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയും. ഈ പ്രോഫിറ്റിൻ്റെ വിഹിതം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള യഥാർത്ഥ തീരുമാനം ആരാണ് എടുക്കുന്നത്? മെമ്പേഴ്സ് അല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എടുക്കുന്നത്. അവർ ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്യും. പ്രപ്പോസ് ചെയ്തതിന് ശേഷം അത് ലയബിലിറ്റി എപ്പോൾ ആവും? ഡിക്ലെയർ ചെയ്യുമ്പോഴേ ആവത്തുള്ളൂ. ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? AGM-ലാണ്. ആര് ഡിക്ലെയർ ചെയ്യും? AGM-ൽ മെമ്പേഴ്സ് ഡിക്ലെയർ ചെയ്യും. പ്രപ്പോസ് ചെയ്ത തുകേൻ്റെ മേളിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും? ഇല്ല, പ്രപ്പോസ് ചെയ്ത തുക വരെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ആരും താഴെ ചോദിക്കാം, പക്ഷേ സാധാരണ രീതിയിൽ ആരും താഴെ ചോദിക്കാറില്ല. ഇത്രയും പിടികിട്ടിയോ? എന്നാൽ ബാക്കി കാര്യങ്ങളും കൂടെ പറയാൻ പോവുകയാണ്. ഇനിയാണ് സെക്ഷൻ 123 തൊട്ട് ഞാൻ യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ എവിടെ നിന്നൊക്കെ എടുത്ത് ഡിവിഡൻഡ് കൊടുക്കാം? അതായത് സോഴ്സസ് ഓഫ് ഡിവിഡൻഡിനെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എവിടെ നിന്നൊക്കെ കമ്പനിക്ക് ഡിവിഡൻഡ് എടുത്ത് കൊടുക്കാം? ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് ആണ്. എന്താണ് കറണ്ട് ഇയർ പ്രോഫിറ്റ്? ഈ കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ഉണ്ടാക്കിയ പ്രോഫിറ്റിനെയാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ 2-3 വർഷങ്ങൾ എഴുതാൻ പോവുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചോണേ. അതായത് ഇപ്പോൾ ഉള്ള ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2019-2020 ആണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതാ? 2018-2019 ആണ്. ഈ 2019-20ൽ, അതായത് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. ഓക്കെ, ഇതിനെ കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയും. അതായത് ജസ്റ്റ് ഫിനിഷ് ചെയ്ത ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രോഫിറ്റിനെയാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ അമൗണ്ടിൽ നിന്ന് എന്തെടുത്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഡിവിഡൻഡ് വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം കമ്പനിക്ക്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു സ്ഥലം എവിടുന്ന കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് വേണമെങ്കിൽ ഡിവിഡൻഡ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഒരു സോഴ്സ്. രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ കയ്യിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടാകും. അതായത് നിങ്ങൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്കറിയോ? നമ്മളെ ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിനകത്ത് നിങ്ങൾ എന്തൊക്കെ കാണാറുണ്ട്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഹെഡ് കാണാറുണ്ട് ആണല്ലോ. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞൊരു ഹെഡുണ്ട് ആണല്ലോ. അതായത് ഷെയർ ക്യാപിറ്റലിൻ്റെ തൊട്ട് താഴെയുള്ള ഹെഡാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്തുള്ള ചില ഹെഡുകളുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് P&L ബാലൻസ് എന്ന് പറയുന്നൊരു ഹെഡ് ഉണ്ടാവും. പിന്നെ ജനറൽ റിസർവ് എന്ന് പറയുന്നൊരു ഹെഡ് ഉണ്ടാവും. പിന്നെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നൊരു ഹെഡ് ഉണ്ടാവും.
സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ടാവും. CRR എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ടാവും, അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ ഒരു റിസർവ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു കമ്പനി 2018-2019 ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്, 2019-2020 ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്, വേണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറും കൂടെ ആഡ് ചെയ്യാം, 2017-2018. അങ്ങനെ 3 ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞെന്ന് വിചാരിച്ചോ. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഏതാ? 2019-2020 ആണല്ലോ. അപ്പം അതിന് മുമ്പത്തെ 2 ഫിനാൻഷ്യൽ ഇയറാണ് 2017-18, 2018-19, 2018-2019. ക്ലിയർ ആയോ? ഈ 2018 ഒരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അത് 5 lakh rupees ആയിരുന്നു. അടുത്ത വർഷവും പ്രോഫിറ്റ് ഉണ്ടാക്കി 6 lakh rupees. അപ്പോൾ ടോട്ടലി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ 2 വർഷം കൂടെ ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 11 ലക്ഷം ഉണ്ടാക്കി. ക്ലിയർ ആയോ? അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇപ്പോൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 വർഷത്തെ 11 ലക്ഷവും ഈ വർഷത്തെ കറണ്ട് ഇയർ പ്രോഫിറ്റായ 10 ലക്ഷവും ഉണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഇതിപ്പോഴും ഏത് റിസർവിൽ തന്നെ കിടക്കുകയെന്ന് വെച്ചാൽ P&L തന്നെ കിടക്കുകയാണ്. ഓക്കെ, ഇതിന് അക്യുമുലേറ്റഡ് ബാലൻസ് ഇൻ P&L എന്ന് പറയും. വേണമെങ്കിൽ ഓരോ വർഷവും ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് 2017-2018 എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി? 5 ലക്ഷത്തെ പ്രോഫിറ്റ് ഉണ്ടാക്കി. അന്ന് 5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ വർഷം ഈ P&L കിടക്കുന്ന 5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം എടുത്ത് അപ്രോപ്രിയേറ്റ് ചെയ്ത് ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ എത്രയേ ഉള്ളൂ ബാലൻസ് P&L? 2 ലക്ഷമേ ഉള്ളൂ. ബാക്കി 3 ലക്ഷം എങ്ങോട്ട് പോയി? ജനറൽ റിസർവിലോട്ട്. അടുത്ത വർഷം 2018-19 6 ലക്ഷം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അതിൽ 6 ലക്ഷവും മൊത്തത്തിൽ ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ P&L എത്ര ബാലൻസേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ 2 ലക്ഷത്തിൻ്റെ ബാലൻസ് ഇപ്പോഴും കിടപ്പുണ്ട്. ഈ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് 6 ലക്ഷം മൊത്തത്തിൽ ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇപ്പോഴും എത്ര ലക്ഷമേ ഉള്ളൂ? 2 ലക്ഷമേ ഉള്ളൂ P&Lൻ്റെ ബാലൻസ്. ക്ലിയർ ആയോ? ജനറൽ റിസർവിൽ പക്ഷേ എത്ര ബാലൻസ് ഉണ്ട്? 3 ലക്ഷവും 6 ലക്ഷവും 9 ലക്ഷവും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ P&L കിടക്കുന്ന പൈസ അത് വേറെ ഏതെങ്കിലും റിസർവ്സിലോട്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അപ്രോപ്രിയേറ്റ് ചെയ്യാം. അത് അവരുടെ തീരുമാനമാണ്. അവർക്ക് തോന്നുന്ന റിസർവ്സിലോട്ട് അവർക്കിത് മാറ്റി വയ്ക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി അക്യുമുലേറ്റഡ് ബാലൻസ് ഇൻ P&L എന്ന് പറഞ്ഞാൽ വർഷാവർഷങ്ങളായിട്ട് P&L ഉള്ള പ്രോഫിറ്റിൻ്റെ ബാലൻസിനെയാണ് അക്യുമുലേറ്റഡ് P&L ബാലൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ ജനറൽ റിസർവിലും ബാലൻസ് ഉണ്ടാവും. P&L നിന്ന് അമൗണ്ടുകൾ അപ്രോപ്രിയേറ്റ് ചെയ്ത് ജനറൽ റിസർവിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സോഴ്സസ് ഓഫ് ഡിവിഡൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എവിടെ നിന്നൊക്കെ ഡിവിഡൻറ്റ് എടുത്ത് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻറ്റ് എടുത്ത് കൊടുക്കാം. കറണ്ട് ഇയർ പ്രോഫിറ്റാണ് ഈ വർഷം ഉണ്ടാക്കിയ P&Lൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് 2019-2020 10 ലക്ഷം ഉണ്ടാക്കിയില്ലേ, അതാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. അതിൽ നിന്ന് എന്തെടുത്ത് കൊടുക്കാം? ഡിവിഡൻറ്റ് എടുത്ത് കൊടുക്കാം. അതുകൂടാതെ ഞാൻ പറഞ്ഞു അക്യുമുലേറ്റഡ് ബാലൻസുകളുണ്ടാവും. ഈ അക്യുമുലേറ്റഡ് ബാലൻസ് ഓഫ് P&L ജനറൽ റിസർവ്, അതായത് ഫ്രീ റിസർവ്സിൻ്റെ ബാലൻസ്. എന്താണ് ഫ്രീ റിസർവ്സ് എന്നാണ് അടുത്ത ചോദ്യം വരാൻ പോകുന്നത്. ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ ചില റിസർവുകളുണ്ട്. അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 43 സെക്ഷൻ 2 സബ്സെക്ഷൻ 43 ഫ്രീ റിസർവ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കമ്പനീസ് ആക്റ്റിൽ. അതിനകത്ത് പറയുന്നത് വെച്ചാൽ ദോസ് റിസർവ്സ് വിച്ച് ആസ് പെർ ദ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ആർ അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻറ്റ്. അതായത് ഡിവിഡൻറ്റ് ഈ റിസർവ്സിൽ നിന്ന് എടുത്ത് കൊടുക്കാവോ, എന്നാൽ അത് ഫ്രീ റിസർവാണ്. ഞാൻ റിസർവ്സ് ആൻഡ് ബാലൻസിൽ പല ഹെഡുകൾ വരുമെന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഹെഡ് എന്ന് പറയുന്നത് P&L ബാലൻസ് ആണ്. ഞാൻ പറഞ്ഞു P&Lൻ്റെ ക്രെഡിറ്റ് ബാലൻസ്, അത് ആക്ച്വലി ഒരു ഫ്രീ റിസർവാണ്. ജനറൽ റിസർവ് ഉണ്ട്, അതൊരു ഫ്രീ റിസർവാണ്. പിന്നെ ചില റെസ്ട്രിക്റ്റഡ് റിസർവ് ഉണ്ട്, അതായത് ഫ്രീ റിസർവ് അല്ലാത്ത റിസർവുകൾ. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ഇതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസർവാണ്. റെസ്ട്രിക്ഷൻ ഉള്ള റിസർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഡൻറ്റ് ഈ റിസർവിൽ കിടക്കുന്ന പൈസ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റഡ് റിസർവ് എന്ന് പറയും. ഈ റിസർവ് ഉപയോഗിക്കണമെങ്കിൽ ആക്റ്റിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെക്ഷൻ 52 ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കാം. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ
പൈസ എവിടെ നിന്ന് എടുക്കാം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. പിന്നെ പ്രീമിയം ഓൺ റിഡംഷൻ വല്ലതും കൊടുക്കണമെങ്കിൽ എവിടെ നിന്ന് എടുക്കാം? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. ഈ പറയുന്ന ചില കാര്യങ്ങളല്ലാതെ വേറെ ഒന്നിനും ഈ റിസർവ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ആ റിസർവ് എന്താണ്? റെസ്ട്രിക്റ്റഡ് റിസർവാണ്. അപ്പം ഫ്രീ റിസർവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനറലി സ്പീക്കിംഗ് 2 റിസർവാണ് ഫ്രീ റിസർവ്. ഒന്ന് P&Lൻ്റെ അക്യുമുലേറ്റഡ് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടുള്ള റിസർവും പിന്നെ ജനറൽ റിസർവും. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റിസർവ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഒരു റെസ്ട്രിക്റ്റഡ് ആണ്. CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ഇതും അവർ ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ CRR ചിലവാക്കാവൂ. എന്നാൽ അത് എന്ത് റിസർവ് ആകും? റെസ്ട്രിക്റ്റഡ് ആകും, അത് ഫ്രീ റിസർവ് അല്ല. അപ്പോൾ ഈ റെസ്ട്രിക്റ്റഡ് റിസർവ്സിൽ നിന്ന് നമുക്ക് എന്ത് എടുത്ത് കൊടുക്കാൻ പറ്റില്ല? ഡിവിഡൻഡ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അതിനകത്ത് എത്ര രൂപ തന്നെ കിടന്നാലും അതിനകത്തുനിന്ന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ റിസർവ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഒരു റിസർവ് ഉണ്ട് DRR ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്. ഇതും ഒരു റെസ്ട്രിക്റ്റഡ് റിസർവാണ്. ഇത് ഡിബെഞ്ചേഴ്സിൻ്റെ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസർവാണ്. അതും എന്ത് റിസർവാണ്? റെസ്ട്രിക്റ്റഡ് ആണ്. കാര്യം അവിടെയും ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? അതുകൂടാതെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന ഒരു റിസർവ് ഉണ്ട്. യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ റവന്യൂ അക്കൗണ്ടിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്തില്ല, നമ്മളത് ക്യാപിറ്റൽ നേച്ചറായിട്ട് കാണിക്കാൻ വേണ്ടി ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫോർഫീച്ചർ ഓഫ് ഷെയർ നടത്തുമ്പോൾ, അതായത് കമ്പനി 10 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തു, അത് അലോട്ട് ചെയ്തിട്ട് ഷെയർ ഹോൾഡർ 8 രൂപയെ തന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ബാക്കി 2 രൂപ ചോദിച്ചിട്ടും ഷെയർ ഹോൾഡർ തരുന്നില്ല. അങ്ങനെ തരാത്തത് കൊണ്ട് ഈ ഷെയർ വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫോർഫീറ്റ് ചെയ്യാം. ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ തന്ന 8 രൂപ തിരിച്ചു കൊടുക്കേണ്ട, അയാളുടെ പേരിലുള്ള ഷെയർ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഇതേ സെയിം ഷെയർ അയാൾക്ക് കൊടുത്ത ആ ഒരു ഷെയർ റീഇഷ്യൂ നടത്തുമ്പം വേറൊരാൾ വന്ന് മേടിക്കുമ്പം ചിലപ്പോൾ ഇത് ഡിസ്കൗണ്ടിൽ കൊടുത്തുന്നിരിക്കും. അതായത് 10 രൂപയുടെ ഷെയർ 5 രൂപ തന്നാൽ മതി എന്ന് പറയും. കാര്യം ഓൾറെഡി 8 രൂപ കിട്ടി, യഥാർത്ഥത്തിൽ 2 രൂപ കിട്ടിയാൽ മതി, പക്ഷേ 5 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ ടോട്ടലി 10 രൂപയുടെ ഷെയർ ഇപ്പോൾ എത്ര രൂപ കിട്ടി? അതിന് വേണ്ടിയിട്ട് 13 രൂപ കിട്ടി. ആദ്യം ഒരു 8 രൂപ കിട്ടി, പിന്നെ ഒരു 5, അങ്ങനെ 13 രൂപ കിട്ടി. അപ്പോൾ 10 രൂപയുടെ സാധനം വിറ്റപ്പോൾ 13 രൂപ കിട്ടി. 3 രൂപ എന്ന് പറയുന്ന ആ എക്സസ് ഇല്ലേ, അത് ക്യാപിറ്റൽ റിസർവിലോട്ടാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടോ? നമ്മളുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു എയർലൈൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയല്ലേ. നമ്മൾ ഷെയർ ഇങ്ങനെ വിറ്റ് ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എയർലൈൻ സർവീസസ് പ്രൊവൈഡ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റാണ് നമ്മളുടെ കമ്പനിയുടെ യഥാർത്ഥ പ്രോഫിറ്റ്. അപ്പോൾ ഇത് റവന്യൂ നേച്ചറിൻ്റെ പ്രോഫിറ്റ് അല്ല. ഈ ഷെയർ ഫോർഫിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ പ്രോഫിറ്റ് അത് എന്ത് പ്രോഫിറ്റാണെന്ന് ചോദിച്ചാൽ അത് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അതുകൊണ്ട് അത് ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ റിസർവിലെ കിടക്കുന്ന ബാലൻസും നമ്മൾ എന്തിനു ഉപയോഗിക്കത്തില്ല? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കത്തില്ല. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഏതൊക്കെ ഫ്രീ റിസർവ്സ് നമുക്ക് ഉപയോഗിക്കാം ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ ജനറൽ റിസർവ് ഉപയോഗിക്കാം, P&Lൻ്റെ അക്യുമുലേറ്റഡ് ബാലൻസ് ഉപയോഗിക്കാം. യഥാർത്ഥത്തിൽ ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത റിസർവ്സ്. റെസ്ട്രിക്ഷൻ ഉള്ള റിസർവ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് സെക്യൂരിറ്റീസ് പ്രീമിയം, CRR, DRR. പിന്നെ ക്യാപിറ്റൽ റിസർവും നമ്മൾ ഉപയോഗിക്കാറില്ല ഡിവിഡൻഡ് കൊടുക്കാൻ. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഏതൊക്കെയാണ് 2 സോഴ്സസ് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ വേറെ 2-3 സോഴ്സസും കൂടെ ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ പറഞ്ഞ ഏതൊക്കെയാണ് 2 സോഴ്സസ്? ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് ആ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാം. പിന്നെ അക്യുമുലേറ്റഡ് ബാലൻസ് ഇൻ ഫ്രീ റിസർവ്സും ഉപയോഗിക്കാം. ഫ്രീ റിസർവ്സ് ഏതൊക്കെയാണ്? നമ്മളുടെ P&L അക്കൗണ്ടിൽ അക്യുമുലേറ്റഡ് ബാലൻസും, കറണ്ട് ഇയർ ബാലൻസ് അല്ല അക്യുമുലേറ്റഡ് ബാലൻസും. അതുകൂടാതെ ജനറൽ റിസർവിൻ്റെ ബാലൻസ്, അതായത് ഫ്രീ റിസർവ്സിൻ്റെ ബാലൻസ് നമുക്ക് എന്ത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം? അതിൽ കിടക്കുന്ന പൈസ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഏത് ഉപയോഗിക്കരുത്? പക്ഷേ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റിസർവ്സ് ഉപയോഗിക്കരുത്. അതുകൂടാതെ റീവാല്യൂഷൻ റിസർവ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ റീവാല്യൂഷൻ റിസർവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം. ഇപ്പം നമ്മൾ വർഷം ചിലപ്പം അസറ്റുകൾ ഒന്ന് റീവാല്യൂ ചെയ്തെന്നിരിക്കും. റീവാല്യൂ ചെയ്യുമ്പോൾ അപ്വേർഡ് റീവാല്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരുന്നത്? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ 10 ലക്ഷം അപ്വേർഡ് റീവാല്യൂഷൻ ആണെങ്കിൽ 10 ലക്ഷം എഴുതും. റീവാല്യൂഷൻ റിസർവ് അക്കൗണ്ട് എന്നല്ലേ 10 ലക്ഷം നമ്മൾ ക്രെഡിറ്റ് എഴുതുന്നത്. അപ്പോൾ ഈ റീവാല്യൂഷൻ റിസർവ് എന്ന് പറയുന്നത് ഒരു അൺറിയലൈസ്ഡ് ഗെയിൻ ആണ്. അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് വെച്ചാൽ റിയലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് പൈസയായിട്ട് കിട്ടുന്നതിനെയാണ് റിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ 10 ലക്ഷം രൂപ നമ്മൾ വിൽക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. അതായത് 50 ലക്ഷത്തിൻ്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്, അത് നമ്മൾ വാല്യൂ ചെയ്ത് 60 ലക്ഷമാക്കി, റീവാല്യൂ ചെയ്ത് 60 ലക്ഷമാക്കി. എന്നാൽ ഈ 60 ലക്ഷം നമുക്ക് എപ്പോഴേ കിട്ടത്തുള്ളൂ? ഈ 10 ലക്ഷം ഉൾപ്പെടെയുള്ള റീവാല്യൂഷൻ അമൗണ്ട് ഉൾപ്പെടെയുള്ള 60 ലക്ഷം എപ്പോഴേ കിട്ടത്തുള്ളൂ? ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ എപ്പോഴെങ്കിലും വിൽക്കുമ്പോഴേ കിട്ടത്തുള്ളൂ, ആണല്ലോ. അപ്പോൾ ആ വിൽക്കുമ്പോൾ കിട്ടുന്ന
വിൽക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് റിയലൈസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. അന്നേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നുണ്ട് 60 ലക്ഷം എന്ന്, 10 ലക്ഷം കൂടെ എക്സസ് റീവാലുവേഷൻ ചെയ്തിട്ട്. അപ്പോൾ അത് ഒരു അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിൻ ആണ്. അതുകൊണ്ടാണ് ഇത് പൈസയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കമ്പനിക്ക്. അതുകൊണ്ട് കിട്ടാത്ത പൈസയുടെ ബാലൻസ് എങ്ങനെ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഈ റീവാലുവേഷൻ റിസർവിൽ കിടക്കുന്ന പൈസയും ഉപയോഗിക്കരുത്. നോഷണൽ ഗെയിൻസ് ഉപയോഗിക്കരുത്. പിന്നെ ഏതെങ്കിലും ലയബിലിറ്റീസോ അസറ്റ്സോ റീവാല്യൂ ചെയ്തിട്ട് അത് അപ്വേർഡ് റീവാല്യൂഷനൊക്കെ ആണെങ്കിൽ, ലയബിലിറ്റി ഡൗൺവേർഡ് റീവാല്യൂഷനും അസറ്റ് അപ്വേർഡ് റീവാല്യൂഷൻ ആണെങ്കിൽ അങ്ങനെ വരുന്ന ഗെയിൻസിൽ നിന്നും നമ്മൾ എന്തെടുത്ത് കൊടുക്കരുത്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യരുത്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഏരിയിൽ നിന്നൊക്കെ ഡിവിഡൻഡ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ആദ്യം ഏരിയിൽ നിന്ന് കൊടുക്കാം, കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാം, പിന്നെ ഫ്രീ റിസർവ്സിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാം. ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ P&L അക്യുമുലേറ്റഡ് ബാലൻസ്, പിന്നെ ജനറൽ റിസർവിൻ്റെ ബാലൻസ്. ഏതൊക്കെയാണ് റെസ്ട്രിക്റ്റഡ് റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം, CRR, അതൊക്കെ റെസ്ട്രിക്റ്റഡ് റിസർവ്. പിന്നെ ക്യാപിറ്റൽ റിസർവിൽ നിന്ന് എടുത്ത് കൊടുക്കരുത്, റീവാലുവേഷൻ റിസർവിൽ നിന്ന് എടുത്ത് കൊടുക്കരുത്. ഇനി പറയുന്ന സെർച്ച് കേട്ടോ, കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുമ്പ്, കറണ്ട് ഇയർ പ്രോഫിറ്റ് ആദ്യത്തെ പോയിന്റ്, കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡ് എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡിപ്രിസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകണം. അതായത് കറണ്ട് ഇയറിൽ ഡിപ്രിസിയേഷൻ ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിൻ്റെ കറണ്ട് ഇയർ പ്രോഫിറ്റാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത്, ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത്. ആ ഡിവിഡൻറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ഡിവിഡൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഷെഡ്യൂൾ 2 പ്രകാരമാണ്. ഷെഡ്യൂൾ 2-നകത്ത് ഓരോ അസറ്റുകളുടെയും യൂസ്ഫുൾ ലൈഫ് പറയുന്നുണ്ട്. ആ യൂസ്ഫുൾ ലൈഫ് കരുതിയിട്ടാണ് നമ്മളൊരു ഡിവിഡൻറ്റിൻ്റെ റേറ്റൊക്കെ കണ്ടുപിടിക്കുന്നത്, റിട്ടേൺ ഓൺ റേറ്റൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ്, കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഈ കറണ്ട് ഇയർ പ്രോഫിറ്റിനകത്ത് നിന്ന് എന്ത് കുറച്ചിട്ട് വേണം വരുന്ന ഫിഗറിൻ്റെ മേളിലെ ഡിവിഡൻറ്റ് കൊടുക്കാവൂ. ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള ഫിഗറിൻ്റെ മേളിൽ നിങ്ങൾ ആ പ്രോഫിറ്റിൽ നിന്ന് വേണം, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് വേണം ഡിവിഡൻറ്റ് കൊടുക്കാൻ. ക്ലിയർ ആയോ? പിന്നെ ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റുന്ന വേറെ ഏത് സോഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അക്യുമുലേറ്റഡ് ബാലൻസ് ഇൻ P&L അക്കൗണ്ടും പിന്നെ ജനറൽ റിസർവും. ഇതിനെ ഫ്രീ റിസർവ്സ് എന്ന് പറയും, ആണല്ലോ. ഫ്രീ റിസർവ്സിൽ കിടക്കുന്ന പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ സെക്ഷൻ 123 എവിടെ നിന്നൊക്കെ ഡിവിഡൻറ്റ് കൊടുക്കാമെന്നാണ് പറയുന്നത്. ആദ്യം എവിടെ നിന്ന് കൊടുക്കാൻ പറ്റും, നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് എവിടെ നിന്ന് കൊടുക്കാൻ പറ്റും, ഫ്രീ റിസർവ്സിൽ നിന്ന് കൊടുക്കാൻ പറ്റും. പിന്നെ മൂന്നാമത് ഇത് രണ്ടിൽ നിന്നും എടുത്ത് കൊടുക്കാൻ പറ്റും. അതായത് ബോത്ത് A and B എന്ന് പറയും. അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്നും കൊടുക്കാം, അക്യുമുലേറ്റഡ് ബാലൻസിൽ P&L നിന്നും എടുത്ത് കൊടുക്കാം, ഫ്രീ റിസർവ്സിൽ കിടക്കുന്ന ബാലൻസിൽ നിന്ന് എടുത്ത് കൊടുക്കാം, അതായത് നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള പൈസ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കാം. അതായത് ബോത്ത് A and B. ക്ലിയർ ആയോ? അപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ഡിവിഡൻറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാം, ഫ്രീ റിസർവ്സിൽ നിന്ന് എടുത്ത് കൊടുക്കാം, പിന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നാലാമത് സെൻട്രൽ ഗവൺമെൻറ് ചിലപ്പോൾ കമ്പനിക്ക് ഇങ്ങോട്ട് കാശ് തരും. നിങ്ങൾ പിടിച്ചോ, ഇത് നിങ്ങളുടെ മെമ്പേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞ് ഒരു പൈസ ഇങ്ങോട്ട് തരികയാണ്. അത് ചിലപ്പോൾ ഒരു ഗ്യാരണ്ടി നിന്നുകൊണ്ട് ഗ്യാരണ്ടി നിൽക്കാം, നിങ്ങൾ പൈസ ധൈര്യമായിട്ട് കൊടുത്തോ, നമ്മൾ ഗ്യാരണ്ടി നിൽക്കാം, ആ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് നിങ്ങൾക്ക് ആ പൈസ തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ചിലപ്പോൾ ഒന്നെങ്കിൽ പൈസയായിട്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടി നിന്നുകൊണ്ടോ ഒരു പൈസ തരും. ഡിവിഡൻറ്റ് മെമ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു എക്സ്ക്ലൂസീവ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഗവൺമെൻറ് നിങ്ങൾക്ക് പൈസ തരുന്നത്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കമ്പനിക്ക് പൈസ കൊടുക്കും, ഈ പൈസ നിങ്ങൾ മെമ്പേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ തന്ന പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എന്തെടുത്ത് കൊടുക്കാം, നമുക്ക് ഡിവിഡൻ്റ് ആയിട്ട് മെമ്പേഴ്സിന് കൊടുക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഏതൊക്കെ 4 സ്ഥലത്തിൽ നിന്ന് നമുക്ക് ഡിവിഡൻറ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ, സോഴ്സസ് ഓഫ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ട് വേണം എടുത്ത് കൊടുക്കാൻ, ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഡിപ്രിസിയേഷനും എന്തെങ്കിലും കറണ്ട് ഇയർ ലോസസോ ഉണ്ടെങ്കിൽ ഇതെല്ലാം കുറച്ചതിന് ശേഷം ഈ വരുന്ന ഫിഗറിൻ്റെ മേളിലായിരിക്കണം നമുക്ക് ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? ആ വരുന്ന അവശിഷ്ടമായിട്ടുള്ള പൈസ ആയിരിക്കണം നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കറണ്ട് ഇയർ പ്രോഫിറ്റ് ആണെങ്കിൽ. അതേപോലെ ഫ്രീ റിസർവ്സിൽ നിന്നും കൊടുക്കാം. ഫ്രീ റിസർവ്സിൽ നിന്നും നമ്മൾ അക്യുമുലേറ്റഡ് ലോസുകൾ വല്ലതും ഉണ്ടെങ്കിൽ, ഡിപ്രിസിയേഷൻ മുമ്പത്തെ വർഷങ്ങളിൽ പ്രൊവൈഡ് ചെയ്ത് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് ബാക്കി വരുന്ന ഫ്രീ റിസർവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിവിഡൻറ്റ് കൊടുക്കാം. വേണമെങ്കിൽ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഡിവിഡൻറ്റ് കൊടുക്കാം, അതായത് ബോത്ത് A and B ആണല്ലോ. പിന്നെ ലാസ്റ്റ് D പോയിന്റ് എന്താണ്, ഗവൺമെൻറ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞ് കമ്പനിക്ക് തന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി എന്തേ കൊടുക്കാവൂ, ഡിവിഡൻറ്റ് വേണമെങ്കിൽ ആ പൈസ ഉപയോഗിച്ച്, അതായത് ഗവൺമെൻറ് തന്ന പൈസ ഉപയോഗിച്ചിട്ട് ഡിവിഡൻറ്റ് കൊടുക്കാം. അപ്പോൾ ഈ 4 സോഴ്സസ് പിടികിട്ടിയോ എവിടെ നിന്നൊക്കെ ഡിവിഡൻറ്റ് കൊടുക്കാമെന്ന്? ഇത് സെക്ഷൻ 123 പറയുന്നത്. ഈ 123 ഒരു 6 സബ്സെക്ഷൻസ് ഉണ്ട്. 123(6) വരെ ഉണ്ട്. ആ സബ്സെക്ഷനിൽ എല്ലാ സബ്സെക്ഷനും ഒന്നും പഠിക്കണ്ട.
അത് എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് നേരം കഴിയും. കാര്യം ഇതിൻ്റെ ഇടയിൽ കുറേ പ്രൊവിസോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ തൽക്കാലം 123 ഞാനിപ്പോൾ ജനറലി പറഞ്ഞു പോവുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ 2-3 സബ്സെക്ഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, തൽക്കാലം സെക്ഷൻ 123 ആദ്യം തന്നെ എന്താ പറയുന്നത്, ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെ ഡിവിഡൻഡ് എടുത്ത് കൊടുക്കാം. എവിടെ നിന്നൊക്കെ എടുത്ത് കൊടുക്കാം? എ പോയിന്റ് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാം? കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാം. കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യം എന്ത് കുറച്ചിട്ടുള്ള അമൗണ്ടിൽ നിന്ന് വേണം പ്രോഫിറ്റ് കൊടുക്കാൻ, ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള അമൗണ്ടിൽ നിന്ന് വേണം കൊടുക്കാൻ. പിന്നെ എന്തെങ്കിലും ലോസസ് വല്ലതും ഉണ്ടെങ്കിൽ അതും, കറണ്ട് ഇയർ ലോസസ് വന്നിട്ടുണ്ടെങ്കിൽ അതും കുറച്ചിട്ടുള്ള ബാക്കി വരുന്ന പൈസ ഉപയോഗിച്ചിട്ട് ഡിവിഡൻഡ് കൊടുക്കാവും. അത്രയും രൂപ വരെ ഡിവിഡൻഡ് കൊടുക്കാം. രണ്ടാമത്തത് അക്യുമുലേറ്റഡ് ബാലൻസ് ഇൻ P&L അക്കൗണ്ട്, ജനറൽ റിസർവ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്സ് നമുക്ക് വേണമെങ്കിൽ അവരെ ജനറലൈസ് ആയിട്ട് പറയാൻ പറ്റും. റെസ്ട്രിക്റ്റഡ് റിസർവ് ഏതാണെന്ന് അറിയാം, അപ്പോൾ ഫ്രീ റിസർവ്സിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അതുകൂടാതെ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ ഗവൺമെൻറ് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് കമ്പനിക്ക് തന്നിട്ടുണ്ട്, ഇത് ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ആ പൈസ ഉപയോഗിച്ചിട്ട് കമ്പനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഡിവിഡൻഡ്. ഈ സെക്ഷനിൽ തന്നെ, അതായത് സെക്ഷൻ 123 തന്നെ ഒരു പ്രൊവിസോ പറയുന്നുണ്ട്. ആ പ്രൊവിസോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് ഏതെങ്കിലും റിസർവ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം വേണമെങ്കിൽ. അത് എന്താണ്? ഒരു സെക്കൻഡ്, ഒരു ഫോൺ കോൾ വന്നു, സോറി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്യണമെന്നുണ്ട്. അവരുടെ മുമ്പിൽ ഒരു 10 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ട്, കറണ്ട് ഇയർ പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഈ 10 ലക്ഷത്തിൽ നിന്ന് ഒരു 4 ലക്ഷമോ 3 ലക്ഷമോ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? P&L നിന്ന് ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് അവർക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. വേണമെങ്കിൽ 10 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാം, 9 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാം, 8 ലക്ഷം ട്രാൻസ്ഫർ ചെയ്യാം, വേണമെങ്കിൽ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാം. ഈ ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്ന ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അവർക്ക് വേണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും P&Lന്റെ കിടക്കുന്ന പ്രോഫിറ്റ്, കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? ജനറൽ റിസർവിലോട്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പം പ്രൊപ്പോസ് ചെയ്യുന്നതിന് മുമ്പ്, ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ, ഡിസ്ക്രിഷനാണ്, വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യാം? പ്രോഫിറ്റ്, കറണ്ട് ഇയർ പ്രോഫിറ്റ് കിടക്കുന്ന ആ പ്രോഫിറ്റ് എമൗണ്ട് എങ്ങോട്ട് വേണമെങ്കിൽ, എത്ര പെർസെൻറ്റേജും വേണമെങ്കിൽ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? ജനറൽ റിസർവിലോട്ടൊക്കെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ടു റിസർവ്സ് എന്ന് പറയും, അതും ചെയ്യാം. ഇത്രയും ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ സെക്ഷൻ 123 ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അത് നിങ്ങളിതൊന്ന് ബുക്ക് എടുക്കണം. നിങ്ങളുടെ ബുക്കിനകത്ത് പേജ് നമ്പർ 8.5 ഒന്നെടുത്തേ. അതായത് നിങ്ങളുടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടേ പഠിക്കാവൂ. പഴയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉണ്ടായാലും ചില പ്രൊവിഷൻസ് ഒക്കെ നോക്കാനും, അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇച്ചിരിയും കൂടെ നല്ലൊരു അപ്ഡേറ്റഡ് ഫോമാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക്. ഇച്ചിരിയും കൂടെ ഡെപ്തിൽ കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. മറ്റേ പഴയ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ക്രാംഡ് ആയിരുന്നു. ഓക്കെ, അത് അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ടല്ലായിരുന്നു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങൾക്ക് PDF വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഐസിയുടെ വെബ്സൈറ്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പേജ് നമ്പർ 8.5 എടുക്കുക. 8.5 ഏറ്റവും താഴെ കണ്ടോ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് കിടക്കുന്നുണ്ടോ? അതിനകത്ത് സോഴ്സസ് ഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് കിടക്കുന്നുണ്ടോ? അതിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 123(1) അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സെക്ഷൻ, സബ്സെക്ഷനാണ് പറഞ്ഞത്. 123 സബ്സെക്ഷൻ 1 ആണ് പറഞ്ഞത്. ഡിവിഡൻഡ് നമുക്ക് എവിടെ നിന്നൊക്കെ എടുത്ത് കൊടുക്കാമെന്നാണ് പറയുന്നത്, അല്ലേ? According to section 123(1), the dividend for any financial year shall be declared or paid from the following sources. എവിടെ നിന്നൊക്കെ എടുത്ത് കൊടുക്കാം? ആദ്യത്തെ സോഴ്സ് A, പ്രോഫിറ്റ്സ് ഓഫ് ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. ഞാൻ പറഞ്ഞില്ലേ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രോഫിറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ വായിക്കുകയാണേ, പ്രോഫിറ്റ്സ് ഓഫ് ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, പ്രോഫിറ്റ്സ് arrived after providing for depreciation in accordance with Schedule 2. ഞാനത് പറയുകയും ചെയ്തു. ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന പൈസയുടെ മേളിൽ എന്ത് കൊടുക്കാവൂ? പ്രോഫിറ്റ്, ആ പൈസ ഉപയോഗിച്ചിട്ട് വേണം, സോഴ്സായിട്ട് ഉപയോഗിച്ചിട്ട് വേണം ഡിവിഡൻഡ് ആ വർഷം കൊടുക്കാൻ. രണ്ടാമത് പ്രോഫിറ്റ്സ് ഓഫ് എനി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ഓർ ഇയേഴ്സ്, അതായത് അക്യുമുലേറ്റഡ് ബാലൻസ് ഇൻ P&L ജനറൽ റിസർവോ, അതായത് ഫ്രീ റിസർവ്സ് ആണോ? ബി ഞാൻ വായിക്കുകയാണേ. Profits of any financial years arrived after providing for depreciation in accordance with Schedule 2 and remaining undistributed. That is credit balance in P&L account and free reserves. Free reserves ഏതൊക്കെയാണ്? ജനറൽ റിസർവ് ഒക്കെ ഫ്രീ റിസർവ്സ്. ക്ലിയർ ആയോ? ബാക്കി വായിക്കുകയാണെ. ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് ഓൺലി ഫ്രീ റിസർവ്സ് ആൻഡ് നോ അതർ റിസർവ്സ് ആർ ടു ബി യൂസ്ഡ് ഫോർ ഡിക്ലറേഷൻ ഓർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ റെസ്ട്രിക്റ്റഡ് റിസർവ് ഉപയോഗിക്കരുത് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. താഴെ അവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രീ റിസർവ്സ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. ദേ ആ ഒരു അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ടോ? ട്രാൻസ്ഫർ ഓഫ് റിസർവ്സ് കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് സെക്ഷൻ 243 ഡിഫൈൻസ് ദ ടേം ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, തിരിച്ച് ഞാൻ മേളിലോട്ട് പോവുകയാണെങ്കിൽ സി പോയിന്റ്,
ബോത്ത് എ ആൻഡ് ബി. ഞാൻ പറഞ്ഞില്ല, ഇത് രണ്ടിൽ നിന്നും കിടക്കുന്ന പൈസ എടുത്തിട്ട് എന്ത് കൊടുക്കാൻ ഉപയോഗിക്കാം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനും പേ ചെയ്യാനും ഉപയോഗിക്കാം, ആണല്ലോ. എന്നാൽ ഡി നോട്ട് 1ഉം നോട്ട് 2 ഉണ്ട്. നോട്ട് 1-നകത്ത് പറയുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഡിപ്രിസിയേഷനോ ലോസോ എന്തെങ്കിലും കഴിഞ്ഞ വർഷത്തെ സെറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസിൻ്റെ മേളിൽ ഉപയോഗിച്ചുകൊണ്ട് വേണം ഡിവിഡൻഡ് കൊടുക്കാനും ഡിക്ലെയർ ചെയ്യാനും പേയ്മെൻ്റ് ഒക്കെ നടത്താനും ഉദ്ദേശിക്കുന്നത്. നോട്ട് 1 കണ്ടോ, ബിഫോർ ഡിക്ലറേഷൻ ഓഫ് എനി ഡിവിഡൻഡ് ക്യാരിഡ് ഓവർ പ്രീവിയസ് ലോസസ് ആൻഡ് ഡിപ്രിസിയേഷൻ നോട്ട് പ്രൊവൈഡഡ് ഇൻ പ്രീവിയസ് ഇയർ ഓർ ഇയേഴ്സ് ആർ റിക്വയർഡ് ടു ബി സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഫോർ ദ കറണ്ട് ഇയർ. Note 2. In computing profits, any amount representing unrealized gains, notional gains, revaluation of assets, and any change in carrying amount of an asset or of a liability on measurement of the asset or the liability at fair value shall be excluded. അതായത് റീവാല്യൂഡ് ഫിഗേഴ്സ് ഒന്നും എടുക്കരുത്. അത് അൺറിയലൈസ്ഡ് ഗെയിൻസാണ്, നോഷണൽ ഗെയിൻസാണ്. അത് യഥാർത്ഥത്തിൽ കമ്പനിക്ക് പൈസയായിട്ട് കിട്ടാത്ത ഗെയിൻസാണ്, അത് ഉപയോഗിക്കരുത്. ഓക്കെ, അത് കുറച്ചിട്ടുള്ള ബാക്കി വരുന്ന പൈസ വേണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് കൊടുക്കാൻ? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനും പേ ചെയ്യാനും. ഏറ്റവും അവസാനം ഡി പോയിന്റ് കണ്ടോ, പ്രൊവിഷൻ ഓഫ് മണി ബൈ ദ ഗവൺമെൻറ്. Money provided by the central government or state government for the payment of dividend by the company in pursuance of a guarantee given by that government. അപ്പോൾ ഗവൺമെൻറ് ചിലപ്പോൾ പൈസ നമുക്ക് കമ്പനിക്ക് നേരിട്ട് കൊടുക്കും, ഗ്യാരണ്ടി നിൽക്കും. നിങ്ങൾ ധൈര്യമായിട്ട് ഡിവിഡൻഡ് കൊടുത്തു, എന്തെങ്കിലും പൈസയുടെ പ്രശ്നം വന്നാൽ നമ്മൾ ആ പൈസ തന്നോളാം, ഡിവിഡൻഡായിട്ട് നിങ്ങൾ എത്ര രൂപയാണ് മെമ്പേഴ്സിന് കൊടുത്താൽ അത്രയും പൈസ നിങ്ങൾക്ക് തന്നോളാം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി നിൽക്കും. ചിലപ്പോൾ പൈസയോടെ തന്നെ തന്നിരിക്കും. അങ്ങനെ തന്ന പൈസ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനും പേ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ഈ സോഴ്സസ് ഇവിടെ കിട്ടിയല്ലോ. അടുത്ത താഴെ കണ്ടോ, ട്രാൻസ്ഫർ ടു റിസർവ്സ്. ഞാൻ പറഞ്ഞു ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അവർ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പൈസ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? ഫ്രീ റിസർവ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതായത് റിസർവ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റി വയ്ക്കാം, അല്ലേ? അത് ഞാൻ വായിക്കുകയാണേ. ആസ് പെർ ഫസ്റ്റ് പ്രൊവിസോ ടു സെക്ഷൻ 123(1) ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി ഫോർ എ കമ്പനി ടു ട്രാൻസ്ഫർ എ പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ടു റിസർവ്സ് ബിഫോർ ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി എന്ന്. അപ്പോൾ വേണമെങ്കിൽ ചെയ്താൽ മതി. എന്ത് ചെയ്യണമെങ്കിൽ? പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം വേണമെങ്കിൽ മാറ്റാം. എങ്ങോട്ടേക്ക് മാറ്റാം? അത് എത്ര വേണമെങ്കിലും മാറ്റാം. വേണമെങ്കിൽ 100% മാറ്റാം. എങ്ങോട്ടേക്ക് മാറ്റാം? റീറ്റേൺഡ് ഏർണിങ്സ് ആയിട്ട് റിസർവ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, പി ആൻഡ് എല്ലിൽ നിന്ന്. ഓക്കെ, പ്രോഫിറ്റ്സ് ടു റിസർവ്സ് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് എനി ഡിവിഡൻഡ് ഇൻ എനി ഫിനാൻഷ്യൽ ഇയർ. തസ് എ കമ്പനി മേ ആസ് പെർ ഇറ്റ്സ് ഡിസ്ക്രിഷൻ. ഇവിടെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ദ കമ്പനി മേ എന്ന് പറയുന്നത് ഇവിടെ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ as per its discretion transfer any appropriate percentage of its profits to reserves before declaration of dividend. ഇവിടെ എക്സാമ്പിൾ ഒരെണ്ണം നോക്കുകയാണേ. For the current year, Alma Watches Limited proposes to transfer more than 10% of its profits to the reserves before declaration of dividend at a rate of 12%. അതായത് ഡിവിഡൻഡ് 12% കൊടുക്കാനും പ്രോഫിറ്റിൻ്റെ മേളിലുള്ള ഡിവിഡൻഡ് 12% കൊടുക്കാനും 10% പ്രോഫിറ്റിൽ നിന്ന് 10% മാറ്റിയിട്ട് ജനറൽ റിസർവിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസർവിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റും? ചെയ്യാം. 10 വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, 20 വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, 30 വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തീരുമാനമാണ്. അവർക്ക് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പൈസ വേറെ ഏതെങ്കിലും റിസർവിലോട്ട് മാറ്റണമെങ്കിൽ അവർ മാറ്റിക്കോ. എന്ത് പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ്? ഇവിടെ ഡിക്ലെയർ എന്നാണ് പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് പ്രപ്പോസ്? ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും, പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റാം? റിസോഴ്സിലോട്ട് മാറ്റാം. മാറ്റണം നിർബന്ധമുണ്ട്? ഇല്ല, ഡിസ്ക്രിപ്ഷനാണ്. വേണമെങ്കിൽ മാറ്റാതെ ഇരിക്കാം, മൊത്തവും പൈസ ഡിവിഡൻഡായിട്ട് പ്രപ്പോസ് ചെയ്യാം. ഇതൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. വേണമെങ്കിൽ 1 രൂപ പോലും ഡിവിഡൻഡായിട്ട് കൊടുക്കണമെന്നും നിർബന്ധമില്ല. ഇതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡിസ്ക്രിഷണറി പവറാണ്. ക്ലിയർ ആയോ? എക്സാമ്പിൾ 2 നോക്കണമെന്നില്ല. ഓക്കെ, അപ്പം വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം. എക്സാമ്പിൾ 2. ബ്രിക്സ് ഷിപ്പ്യാർഡ്സ് ലിമിറ്റഡ് ഹാസ് ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 1000 crores for the financial year 2018-19. It has proposed a dividend at the rate 8.75. However, it does not intend to transfer any amount to the reserves or to the profits earned. Can the company do so? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി? 1000 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി. അതിൽ നിന്ന് 1 രൂപ പോലും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. റിസർവ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ 1000 crores എവിടെ തന്നെ കിടക്കും? പി ആൻഡ് എല്ലിൻ്റെ അക്യുമുലേറ്റഡ് ബാലൻസിലോട്ട് അത് ആഡ് ഓൺ ആയിപ്പോവും. പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആ പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. വേണമെങ്കിൽ ജനറൽ റിസർവിലോട്ടോ വേറെ ഏതെങ്കിലും റിസർവിലോട്ടോ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അവർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല, അത് അവരുടെ തീരുമാനമാണ്. ക്ലിയർ ആയോ പറഞ്ഞത് ഇതുവരെ? അപ്പോൾ ഇതാണ് എക്സാമ്പിൾ 2. ഓക്കെ.